ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 29ാമത്തെ ക്ലാസ്സിലേക്ക് 2025 നവംബർ മാസം 4-ാം തീയതി യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവരെയും വന്ദനം ചൊല്ലുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചിരുന്ന വിഷയത്തിൻ്റെ തുടർ പഠനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ പ്രവേശിക്കുമ്പോൾ മേലാൽ സംഭവിക്കാനുള്ളത് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നാം തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അധ്യായക്രമം അല്ലാതെ നാം എന്തുകൊണ്ടാണ് അധ്യായങ്ങളെ വിട്ട് 12ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇന്നലെ രാത്രിയിൽ സവിസ്തരമായി നാം ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. അപ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ മർമ്മമായിരുന്നത് ഒന്നുള്ളത് കൊണ്ട് അത് 110-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവചന ഭാഗത്തെ ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ പാത വിടുമാക്കോളും നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന വചനത്തിൻ്റെ പ്രവൃത്തി അത് 2 സമയങ്ങളായി പൂർത്തീകരിക്കപ്പെട്ടു ഒന്ന് പൂർത്തീകരിക്കപ്പെടുകയും ഒന്ന് പ്രവചന നിവൃത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ കർത്താവ് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവൻ മരണത്തെ ജയിച്ചുയർത്തുന്നിട്ട് ആദിജാതനായി, മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനത്തിൽ ആദിജാതനായി സ്വർഗാസ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ 1ാമത്തെ ഭാഗം. 2ാമത്തെ ഭാഗം എന്നുവരെ എവിടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കും എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ശത്രുക്കളായിരിക്കുന്ന സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിക്കളയുന്ന സന്ദർഭത്തിലാണ് കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വന്ന സഭയെ ചേർത്ത് കൊണ്ടുപോകുന്നത് എന്നാണ് നാം ഇന്നലെ ചിന്തിപ്പാനായിട്ട് ഇടയാക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ പ്രാരംഭത്തിൽ വായിക്കും. 2ാമത്തെ ദർശനത്തോടുള്ള ബന്ധത്തിൽ, ആത്മവിശ്വാസ ബന്ധത്തിലാണ് തുടർഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇത് വായിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 12-ാം അധ്യായത്തിലേക്കായിരിക്കും. 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അപ്പോൾ പത്മോസിൽ നിന്ന് ആത്മവിശുദ്ധിയിലേക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് അപ്പോസ്തലനായ പൗലോസിനെ ആത്മവിശുദ്ധിയിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് സ്വർഗത്തിൻ്റെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇനി വരാനുള്ള കാര്യങ്ങൾ, സ്വർഗാസ്വർഗത്തിൽ എന്താണോ ആലോചിച്ച് വെച്ചിരിക്കുന്നത് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ദൈവം ചെയ്തത്. അപ്പോൾ ഭൂമിയിൽ വന്ന് ദൈവസഭകളോടുള്ള ബന്ധത്തിൽ ഇപ്പോഴുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ദൈവം അവന് നൽകിയ ശേഷമായി ഇനി തുടർന്ന് സംഭവിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മർമ്മമായി പറഞ്ഞു നിർത്തി, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി ഇരിപ്പാൻ വരം നൽകുമെന്നുള്ള അതിശ്രേഷ്ഠമായ വരം പ്രഖ്യാപിച്ചിട്ട് അത് നിവർത്തീകരിക്കപ്പെടാൻ വേണ്ടി വർഷങ്ങൾ എടുക്കും, ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കും. അപ്പം അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ആയിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ എന്നാണ് കർത്താവ് ഇവിടെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ പറയുകയാണ്, സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന്. അവൻ്റെ ആത്മവിശുദ്ധിയിൽ അവൻ കാണുകയാണ്. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം, അഥവാ ക്രിസ്തുവിൻ്റെ ശബ്ദമാണത്. കാഹളനാദം പോലുള്ള ശബ്ദം യേശു ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. കേട്ട ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവ് യോഹന്നാനെ ആത്മവിശുദ്ധിയിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് അവിടേക്ക് അവനെ ആത്മീയ വിവശതയിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ഈ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം എഴുതുന്നവരെയുള്ള ഭാഗങ്ങൾ അത് സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. അതിലൊരു കാര്യവും സംഭവിച്ചിട്ടില്ല, അത് സംഭവിക്കാനുള്ളതാണ്. അതിൽ പ്രഥമമായി സംഭവിക്കേണ്ട കാര്യം അത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലുമാകുന്നു. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന തീമഴ അല്ലെങ്കിൽ വെള്ളം രക്തമാകുന്നത് ഇതൊന്നും കണ്ടുകൊണ്ട് ആരും വിരളി പിടിക്കരുതെന്ന് പ്രത്യേകാൽ വചനം പഠിപ്പിക്കുന്ന, അതറിയാവുന്നവർ മനസ്സിലാക്കി തരുന്നത്. എന്തെങ്കിലും ചെറിയ കാര്യം സംഭവിക്കുമ്പോഴത്തേന് അന്നേരം ഇത് വെളിപ്പാട് പുസ്തകം നടക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും പല കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവസഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം
അത് ഈ പറയുന്ന വെളിപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. അപ്പോൾ ഇനി അതിനുശേഷമുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക. അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നടക്കുന്ന സംഭവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് മഹാവ്യാധി വരികയോ യുദ്ധം വരികയോ ഒരു ക്ഷാമം വരികയോ അല്ലെങ്കിൽ കോവിഡ് പോലുള്ള വിഷയങ്ങൾ വരികയോ ചെയ്യുമ്പോൾ ഇത് ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് നമ്മളെ ആരും വഞ്ചിക്കരുത്. കാരണം അതിപ്പോൾ സംഭവിക്കാനുള്ളതല്ല. അത് സംഭവിക്കേണ്ടതിന് സമയമുണ്ട്. അത് നമ്മളിപ്പോൾ കാണുന്ന വ്യാധിയോ യുദ്ധമോ കാര്യങ്ങളോ പോലെയല്ല. അതെപ്പോഴാണ് സംഭവിക്കുന്നുള്ളത് നമ്മൾ വെളിപ്പാട് പുസ്തക പഠനത്തിലോട് ബന്ധത്തിൽ നമ്മൾ വളരെ വ്യക്തമായി പഠിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഈ ദിവസങ്ങളിൽ ഒരു ഭാഗമെടുത്ത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് ഒരു ഭാഗമെടുത്തിട്ട് വായിച്ചിട്ടിപ്പോൾ അങ്ങനെയാണ് 5-ാമത്തെ മുദ്ര പൊട്ടിച്ചു, അല്ല 4-ാമത്തെ മുദ്ര പൊട്ടിച്ചു, സൂര്യൻ കറുത്തുപോയി, വെള്ളം രക്തമായി തീർന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത് സംഭവിക്കത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നിഴല് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷേ അതിൻ്റെ പൂർണ്ണമായുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ദൈവസഭ എടുക്കപ്പെട്ട ശേഷമേ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ 7 വർഷം കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ ആണ് അതിൻ്റെ 19-ാം അധ്യായം വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ 20 മുതലുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുമ്പോൾ അത് ഒടുക്കത്തെ നാളിനോട് ബന്ധത്തിലുള്ള വിഷയങ്ങളാകും. ആയിരമാണ്. ഏകദേശം 1007 വർഷം കൊണ്ട് സംഭവിച്ചു നിൽക്കേണ്ട കാര്യങ്ങളാണ് 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവകൃപയാൽ നമ്മൾ കർത്താവിനോട് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ ദൃക്സാക്ഷികളായിരിക്കും. അവനോടുകൂടെ നമ്മൾ കാണും. അതുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു വെച്ച് മരിച്ച് മൺമറയപ്പെട്ട് ഭൂമി കിടക്കാൻ വേണ്ടിയുള്ളവരല്ല. അവനോടുകൂടി ജയാളിയായിട്ട് എടുക്കപ്പെടാനുള്ളവരാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നടക്കുമ്പോൾ നാമും അവനോടുകൂടെ സ്വർഗാസ്വർഗത്തിൽ കാണും എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമായിട്ട് ദൈവകൃപയാൽ 110-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം എടുത്ത് വായിച്ച് ചിന്തിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ പഠിക്കാനായിട്ട് എളുപ്പമാണ്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 404 വാക്യങ്ങളിൽ മധ്യഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അത് ഒരു യുദ്ധം നടക്കുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ ഭൂമി അവൻ പാതപീഠമാകുന്നു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ നാം മനസ്സിലാക്കി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ 3 പ്രധാന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ മണവാട്ടി സഭയാകുന്ന ആദിജാതന്മാരുടെ സഭ ഒരു ആൺകുട്ടിയായിട്ട് എടുക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് 12-ാം അധ്യായം 1 മുതൽ 6 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 7 മുതൽ 12 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മധ്യാകാശ തദർശനം നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചും സാത്താനും അവൻ്റെ ദൂതന്മാരും ദൈവത്തിൻ്റെ പാതപീഠമാകുന്ന ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നതിനെ കുറിച്ചാണ് 7 മുതൽ അതിൻ്റെ 12 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അത് സാത്താനിക മഹോദ്രവത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 12-ാം അധ്യായത്തെ നാം വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ 3 പ്രധാന സംഭവങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടത്. ഒന്ന്, കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ ദൈവസഭ തികവ് പ്രാപിക്കുന്ന ആൺകുട്ടി എടുക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിലാണ് ഇതിൻ്റെ പ്രാരംഭ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത് മധ്യാകാശ യുദ്ധത്തെക്കുറിച്ചും സാത്താൻ പാതപീഠമാകുന്നതിനെക്കുറിച്ചും സ്വർഗത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാമത്തെ പാരഗ്രാഫിലാണ് 13 വാക്യങ്ങളിലാണ് സാത്താനിക മഹോദ്രവം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിളിൻ്റെ അകത്ത് എടുത്തിട്ട് ഈ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ വേണ്ടി അത് പുസ്തകം കൈവരിക്കാൻ നല്ലതായിരിക്കും. 12-ാം അധ്യായം എടുത്തിട്ട് അതിൻ്റെ 1-ാമത്തെ പാരഗ്രാഫ് അഥവാ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളെ എഴുതി വെക്കുക. ഇങ്ങനെ എഴുതിയാൽ മതി. കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ മണവാട്ടി സഭയാകുന്ന നിർമ്മല കന്യക അഥവാ ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് 1-ാമത്തെ പാരഗ്രാഫ്. 2-ാമത്തെ പാരഗ്രാഫിൽ രേഖപ്പെടുത്തേണ്ടത് മധ്യാകാശത്തിൽ നടക്കുന്ന യുദ്ധവും ആ സമയത്ത് സാത്താൻ ദൈവത്തിൻ്റെ പാതപീഠമാകുന്നതും പരദീസയിൽ അഥവാ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നതിനെ കുറിച്ചുമാണ് 2-ാമത്തെ ഭാഗത്ത് രേഖപ്പെടുത്തി 2-ാമത്തെ പാരഗ്രാഫ്. 3-ാമത്തെ പാരഗ്രാഫിൽ ഒറ്റക്കെണ്ണി ഒരു വാക്യം എഴുതിയാൽ മതി. സാത്താനിക മഹോദ്രവം 3.5 വർഷം. ഇത്രയുമാണ് വെളിപ്പാട് പുസ്തക 12-ാം അധ്യായത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള സന്ദേശം. ഇതാണ് അതിൻ്റെ പ്രമേയം.
ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാകും. ഞാൻ വളരെ സിമ്പിളായിട്ടും മനസ്സിലാകാവുന്ന രീതിയിൽ എങ്ങനെ ഇതിനെ പഠിപ്പിക്കാമോ, എത്രമാത്രം ലഘുവായി പഠിപ്പിക്കാമോ അത്രമാത്രം ഒരു താഴ്ന്ന രീതി. ഞാൻ പകൽ മുഴുവൻ ചിന്തിച്ചു ഇതെങ്ങനെ ഇത് പഠിപ്പിക്കും. കംപ്ലീറ്റ് ഇത് സങ്കീർണമായിട്ട് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. എന്നാൽ വളരെ അധികം സിമ്പിളായിട്ട് അതിനെ എങ്ങനെ മനസ്സിലാക്കി പഠിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ വളരെയധികം ചിന്തിച്ച് അത് അങ്ങനെ വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായം പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്ന 12-ാം അധ്യായം പഠിക്കാൻ വേണ്ടി 3 പ്രധാന സംഭവങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഇന്ന് ലോകത്തിലുള്ള അനേകർക്ക് മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാകാത്ത ഏറ്റവും സങ്കീർണമായിരിക്കുന്ന വിഷയമാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഞാൻ ഏത് പുസ്തകങ്ങളോ ടീച്ചിങ്ങുകളോ എടുത്തു നോക്കുമ്പോൾ സാമ്പിളായിട്ട് എടുത്തു നോക്കുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തെക്കുറിച്ച് അവർ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എടുത്തു നോക്കാറുള്ളത്. ആ ഒരു വിഷയം കറക്റ്റായിട്ടല്ല എങ്കിൽ ബാക്കിയുള്ളതെല്ലാം എനിക്കറിയാം, അത് അവർ ഏച്ചു കെട്ടി വെച്ചിരിക്കുന്നേ ഉള്ളൂ, ശരിയാകത്തില്ല എന്നറിയാം. എന്നാൽ ഈ താക്കോൽ വാക്യമായിരിക്കുന്ന 110-ാം സങ്കീർത്തനം 1-ാം വാക്യത്തെ വ്യാഖ്യാനിക്കപ്പെടണം. അത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പും ഒക്കെ പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് 12-ാം അധ്യായത്തെ മനസ്സിലാക്കിയത്. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ഇതിലേക്ക് പഠിക്കണമെങ്കിൽ, വെളിപ്പാട് പുസ്തകം പഠിക്കണമെങ്കിൽ പഠിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന വിഷയം ബാക്കിയുള്ള പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരാൾക്ക് 5-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ MSc മാത്തമാറ്റിക്സിന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേർ വളരെ ചുരുക്കമായിരിക്കാം. എനിക്ക് അങ്ങനെ പോകത്തില്ല ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിനൊരു ലെവൽ ഓഫ് ടീച്ചിങ് ഉണ്ട്, അല്ലേ? ലെവലുണ്ട്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ലെവലുണ്ട്. അപ്പോൾ ആ ഒരു നിലവാരം നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം എന്നുള്ളത് സങ്കീർണമായിരിക്കുന്ന ഭാവികാല സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അഥവാ ഈ 65 പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം രക്തചുരുക്കമായി അത് സംഭവിച്ചതായുള്ള കാര്യങ്ങളെ സംക്ഷേപിച്ചിരിക്കുന്ന പുസ്തകമായതുകൊണ്ട് ഇതിന് മുമ്പിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അഥവാ മർത്യനെക്കുറിച്ചുള്ള കാര്യം പഠിച്ചിരിക്കണം. മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. അപ്പം മനുഷ്യനോട് അവനെന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഭാവികാലമാകുമ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല. അതിനിവിടെ ഒരുപാട് ശാസ്ത്ര മേഖലകളും മെഡിക്കൽ ശാസ്ത്രങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെയുള്ള മനുഷ്യനെക്കുറിച്ച് പഠിക്കാൻ അനാട്ടമി ഉണ്ട്, അല്ലെങ്കിൽ എത്രയോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പലതിനും പല ഗൈനക്കോളജി, ജനറൽ ഫിസിഷ്യൻ, ഓർത്തോപീഡിക്സ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ, അവന് വരുന്ന രോഗങ്ങളെ ശരിയാക്കാൻ. പിന്നെ സാമ്പത്തിക മേഖലയിലാണ് തന്നെ എത്രയോ മേഖലകളുണ്ട്. അപ്പം ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് വൈഡായിട്ടുള്ള, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടീച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അവൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള നോവലുകൾ, കഥകൾ, സിനിമകൾ, ജോക്കുകൾ, എന്തൊക്കെയാ അതെന്ന് പറഞ്ഞാൽ അവൻ്റെ താൽക്കാലികമായ ഭൗമിക ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ, പിന്നെ ആഹാരം, വസ്ത്രം, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് നമ്മൾ പറയുന്ന ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത്. വാഹനം, യാത്ര, ഇതെല്ലാം അവൻ്റെ ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നാം കണ്ണു തുറന്ന് കാണുന്നത് എല്ലാം. അപ്പം ഞാനിങ്ങനെ കടകളിലൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുമ്പോൾ വിചാരിക്കും, എന്തെല്ലാം സാധനം അവിടെ ഇരിക്കുന്നത്, അല്ലേ? നമുക്ക് ആവശ്യമുള്ളത് വളരെ കുറച്ച് സാധനമേ ഉള്ളൂ. ഇപ്പം ഞാൻ വിചാരിക്കും, ഇതെല്ലാം ഉപയോഗിക്കുന്ന ആരാ? ഇത്രമാത്രം ക്രീമുകളും ഇത്രമാത്രം കോസ്മെറ്റിക്സുകളും ഇത്രമാത്രം കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ആർക്കെങ്കിലും ഉപയോഗിക്കാനല്ലേ? അതല്ലോ, ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ കണ്ണുകളിൽ പോകും. അപ്പം ഇത് ഇത്രയും സാധനം എന്തിനു വേണ്ടിയാണ്? അപ്പം ഇത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണത് വെച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളവിടെ കയറി അവിടെ എല്ലാ സാധനം എടുക്കാറില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാറുള്ളത്. പക്ഷെ ഇതിന് ഓരോന്നിനും അതെല്ലാം വെച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വസ്ത്രങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ചെരുപ്പുകളിൽ തുറന്നു വെച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന സ്വർണ്ണ കടകളോ നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. നമുക്കത് എല്ലാം വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്കാണ് ലോക സിസ്റ്റം നിലനിൽക്കുക. കാര്യമാണ് ലോകം എന്ന് പറയുന്നത്, ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്. അപ്പം ലോകം മുഴുവനും നിൽക്കുന്നത് ഈ മനുഷ്യൻ്റെ ഇവിടുത്തെ ലോകത്തിന് ആവശ്യമായ കാര്യങ്ങളെയാണ് നമ്മൾ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് തുറന്നു നോക്കുമ്പോൾ കാണുന്നത്. വാഹനം ഓടുന്നു, പ്ലെയിൻ ഓടുന്നു, ട്രെയിൻ ഓടുന്നു, ബാങ്കുകൾ തുറക്കുന്നു, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നു, പഠനം, കാര്യങ്ങൾ, ഇതെല്ലാം മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതാണ് നമ്മൾ നമ്മുടെ ചെവി കൊണ്ടും കണ്ണുകൊണ്ടും നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ലോകത്തെയാണ് കാണുന്നത്. എന്നാൽ
ഇതിനപ്പുറമായിട്ടുള്ള ഒരു ആത്മീയ ലോകത്തെ കാണണമെങ്കിൽ നമ്മുടെ അകത്തെ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഇനി ഉള്ള ഭാവി കാര്യങ്ങൾ, ഞാൻ ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് ഞാൻ പോകുന്നത്, എന്നുവരെയാണ് ഞാൻ കിടക്കുന്നത്, എന്നാണ് ഞാൻ പുനരുത്ഥാനം പ്രാപിക്കുന്നത്, അതിനുശേഷം എൻ്റെ ഭാവി എന്താണ്, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ അത് പുറമേയുള്ള കണ്ണ് തുറന്നു നോക്കിയാൽ സാധിക്കത്തില്ല. അത് കാണണമെങ്കിൽ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടണം. അതിനെയാണ് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുവേണ്ടി പലരും പല സ്ഥലങ്ങളിലും പോയി സന്യാസി അങ്ങനെയുള്ള പല ഋഷിവരന്മാരൊക്കെ സാനുക്കളിലൊക്കെ പോയി വർഷങ്ങളോളം അവരിരുന്ന് ജ്ഞാനം തേടി അവർ പോയിരുന്ന് അവിടെ തന്നെ ഇരുന്ന് സമാധിയായിട്ടുള്ള ഒരുപാട് പേരെ കുറിച്ച് നമുക്കറിയാം. ഇപ്പം പഴയ നമ്മൾ പുരാതന ലോകത്തൊക്കെ അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ഇത് തേടിപ്പോയവരാണ്. പക്ഷെ എന്നാൽ നമ്മളാരും തേടിപ്പോയതല്ല. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാൻ വേണ്ടി നീതിസൂര്യനായിരിക്കുന്ന യേശു അവൻ പുനരുത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റപ്പോൾ അന്ന് മുതൽ ഈ നീതിസൂര്യനായിരിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിട്ട് ആത്മീയ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, പുറമേയുള്ള മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ എത്രയോ ലൈബ്രറികളാണ് ഉള്ളത്, എൻസൈക്ലോപീഡിയ, ഇങ്ങനെ പല സിസ്റ്റങ്ങളെല്ലാം മനുഷ്യനെക്കുറിച്ചുള്ള അവൻ്റെ ആവശ്യതകളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരൊറ്റ പുസ്തകം, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ ഒരു ബുക്ക്, 66 പുസ്തകങ്ങളടങ്ങിയ, വേണമെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം നമ്മുടെ കൈവശം വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നമുക്ക് ഈ ലോകം വിട്ടുകഴിഞ്ഞാലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായതുകൊണ്ട് അവൻ ലോകത്തിൽ വന്ന് പറഞ്ഞു തുടങ്ങി അത് പൂർത്തീകരിച്ച് പുതിയ വാനഭൂമിയിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു സൃഷ്ടത്തിലേക്ക്, പുതിയൊരു ലോകത്തിലേക്ക്, പുതിയ യുഗം വിരിയാറായി അതിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം, നമുക്കെല്ലാവരെയും ജനനമുണ്ടെന്നറിയാം. ഇപ്പം ജനനത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പണ്ടുണ്ടായിരുന്ന ജനനം സാധാരണ ആയിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള ബർത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്കറിയാം, സ്ത്രീ ഗർഭം ധരിച്ച് മക്കളെ പ്രസവിക്കുന്നതാണ് പ്രസവം. പക്ഷെ ഇന്ന് അങ്ങനെ സ്ത്രീ വേണമെന്ന് തന്നെ ഇല്ല, സ്ത്രീയുടെ ആവശ്യം തന്നെ ഇല്ലാതെയുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള രീതിയിലേക്ക് ലോകം ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജനനത്തിന് വളരെ വലിയ മാറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, IVF, മറ്റുള്ള കാര്യങ്ങൾ, ടെസ്റ്റ് ശിശുക്കൾ, ഇനി വേണ്ട, ഇനി ആർട്ടിഫിഷ്യലായിട്ടുള്ള വൂംസ്, കൃത്രിമ ഗർഭപാത്രങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു സ്ത്രീയുടെ ആവശ്യം പോലും ഇല്ലാതെ തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കത്തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. അത് നടക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ജനനമാണ് മനുഷ്യനെ പ്രധാനമായിട്ടുള്ളത്, പണ്ടുണ്ടായിരുന്ന ജനനമല്ല. ഇപ്പം പല വിധത്തിൽ മനുഷ്യൻ ജനിപ്പിക്കുവാൻ കഴിയും എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് പുരുഷന്റെ ഇഷ്ടത്താലല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കഥ പറയുന്നത്, ജഡത്തിന്റെ ഇഷ്ടത്തിൽ നിന്നല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൃഷ്ടിക്കപ്പെടാനായിട്ട് പല രീതിയിലുള്ള മാധ്യമങ്ങൾ ഇന്ന് ഉണ്ട്. പണ്ടത് അത്ര ഇല്ലായിരുന്നു, നമുക്ക് അതേക്കുറിച്ച് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് പ്രസന്റ് ലോകത്തെ പറയുമ്പോൾ ബയോളജിക്കലായിട്ടുള്ള സാധാരണമായിരിക്കുന്ന ഒരു ജനനമല്ല, അതല്ലാതെയുള്ള കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ബർത്ത് സാധ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതങ്ങനെ ജനിക്കപ്പെടത്തില്ല എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല, അത് ഉണ്ടാകാം. എന്നാൽ മരണത്തെ സംബന്ധിച്ചും മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചാൽ മനുഷ്യൻ തീർന്നു പോയോ, അവൻ്റെ അസ്തിത്വം ഇല്ലാതായോ, അവൻ്റെ ആത്മാവ് എവിടേക്ക് പോകുന്നു, അതുണ്ടോ എന്നൊക്കെയുള്ള നീണ്ടതായിട്ടുള്ള വലിയ ചിന്തകളും കഥകളും നോവലുകളും മറ്റു പലതും ഫിക്ഷൻസ് ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. ചിലർ വിചാരിക്കുന്നത് ഇവിടെ ഇതോടുകൂടി തീർന്നു, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൃഗത്തെ പോലെ തന്നെ മണ്ണിലൂടെ തീരുമ്പോൾ തീർന്നു, ഇവിടെ നല്ലതൊക്കെ ചെയ്യുക, ഇവിടുത്തെ ഒരു സൊസൈറ്റി ലൈഫ് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് അവൻ ഇവിടം കൊണ്ട് തീരുന്നു എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ഭൗതിക ചിന്താഗതിക്കാരുണ്ട്. ഭൗതികവാദമാണത് എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് തീർന്നു പോകുന്ന ഒരു ജീവിതം. എന്നാൽ അതിനപ്പുറമായിട്ട് മറ്റ് ദൈവവിശ്വാസികൾ എന്ന് പറയപ്പെട്ടവരെല്ലാവരും പുനർജന്മമുണ്ടെന്നും
അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജനിക്കുമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊരു കൂട്ടർ അങ്ങനെ മരിച്ചു കഴിഞ്ഞാലുള്ള ആത്മാവില്ല, ദൂതനില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇങ്ങനെ പല ചിന്താഗതികൾ ഇതിനകത്തുള്ളപ്പോൾ എന്താണ് വിശുദ്ധ ബൈബിൾ ഇത് സംബന്ധമായി പറയുന്നത്? നമുക്കറിയാം, മനുഷ്യന്റെ ജന്മം അവനെ സൃഷ്ടിച്ച മുതൽ, മണ്ണുകൊണ്ട് അവനെ സൃഷ്ടിച്ചത് മുതൽ, ബയോളജിക്കലായിട്ടുള്ള ബർത്ത് ഉണ്ടായത് മുതൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിച്ച് മനുഷ്യന്റെ മരണത്തെക്കുറിച്ചും മനുഷ്യൻ മരിക്കുമ്പോൾ അവന് ആത്മാവ് ഉണ്ടെന്നുള്ളതും ആത്മാവ് ദൈവത്തിന്റെ കയ്യിലേക്ക് അഥവാ ദൈവത്തിന്റെ അധീനതയിലേക്ക് പോകുന്നു എന്നുള്ളതും ദൈവവചനം വ്യക്തത നൽകുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യന്റെ ഇഹലോക ജീവിതത്തിന്റെ അവസാനത്തെങ്കിൽ അവൻ മരിച്ചു കഴിയുമ്പോൾ അവൻ കടന്നു പോകേണ്ട അവന്റെ ആത്മാവ് അല്ലെങ്കിൽ അവനിലുള്ള ജീവൻ, അത് ആത്മാവ്, അവർ ദൈവം കൽപ്പിച്ചാക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ടാണ് സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ പറയുന്നത് സകല എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾ ദൈവത്തിങ്കിലേക്ക് പോകുന്നു എന്നൊരു അർത്ഥം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നല്ല എൻ്റെ അർത്ഥം. അപ്പൊ എല്ലാവരും ദൈവത്തിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഭാഗ്യവലായിട്ടില്ലല്ലോ. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന്റെ നിയന്ത്രണം മുഴുവനും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ദൈവം പറയുന്ന സ്ഥലത്താണ് ഓരോ ആത്മാക്കളും എത്തുന്നത്. അപ്പോൾ മനുഷ്യന് മരണമുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മനുഷ്യന് മരണമുണ്ടെങ്കിൽ മനുഷ്യന് പുനരുത്ഥാനമുണ്ടെന്നുള്ളതും നമുക്കറിയാം. നമ്മളത് മനസ്സിലാക്കി. കാരണം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് നമ്മെപ്പോലെ ജനിച്ചു എന്ന് പറയുന്നത്. നമ്മെപ്പോലെ ജനിച്ചു പറഞ്ഞാൽ അവൻ വചനമായിരുന്നു. പുരുഷന്റെ ഇഷ്ടത്തിലോ ജഡത്തിന്റെ ഇഷ്ടത്തിലോ ജനിച്ചതല്ല. ക്രിസ്തു ജനിച്ചതാണ് ഏറ്റവും വലിയ അടയാളവും മർമ്മമായിട്ടും. അതുപോലെ ആരും ജനിക്കത്തുമില്ല, ജനിച്ചിട്ടുമില്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് നമുക്കറിയാം. ക്രിസ്തു ജനിക്കുക മാത്രമല്ല, അവൻ നമ്മെപ്പോലെ ജീവിച്ചു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, അവിടെ കൊണ്ട് തീർന്നു പോയില്ല. അവൻ പുനരുത്ഥാനം പ്രാപിച്ച സ്വർഗത്തിൽ തേജസ്സോടുകൂടി സ്വർഗാസുഖത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുമ്പോൾ, അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനും ക്രിസ്തുവാകുന്ന ദൈവം നമുക്ക് വെളിപ്പെട്ടപ്പോൾ അവൻ എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം മനുഷ്യർക്കും ബാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തുല്യമായി പാപമൊഴികെ സകലത്തിനും നമുക്ക് വേണ്ടി പരിശുദ്ധനായി തീർന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മാതൃകയായി കാണേണ്ടത് ക്രിസ്തുവിനെയാണ്. അപ്പോൾ ഈ ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? യേശു ലോകത്തിൽ ജനിച്ചു, അവൻ ജഡത്തിൽ ലോകത്തിൽ ജീവിച്ചു, അവൻ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 40 നാൾ സ്വർഗാരോഹണം ചെയ്തു, അവൻ ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടാരത്തിൽ ജീവിക്കുന്ന നമ്മുടെ ശരീരത്തെക്കുറിച്ച് കൂടാരം എന്നാണ് പറയുന്നത്. ടെമ്പററി ടാബർനക്കിൾ എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് പൊളിഞ്ഞു പോകുന്നതാണ്, ഇത് അഴിഞ്ഞു പോകും. മണ്ണ് കൊണ്ടുള്ള ശരീരം അഴിഞ്ഞു പോകും. അപ്പോൾ ഈ അഴിഞ്ഞു പോയാൽ ആത്മാവ് എവിടേക്ക് പോകുന്നു എന്നുള്ളത് ഒരു ചിന്തയാണ്. അത് സമസ്യ പോലെയാണ് പലർക്കും ഉള്ളത്. എന്നാൽ വചനം വളരെ വ്യക്തമായി ഓരോ മനുഷ്യനും എവിടേക്ക് പോകുന്നു എന്നുള്ളത് മരണാനന്തര നിലകളെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവമക്കളാകുന്ന നമുക്ക് വെറും ഊഹാഭോഗങ്ങളിലോ സാങ്കല്പികതകളിലോ ഭാവനകളിലോ അല്ല നാം വിശ്വസിക്കുന്നത്. നമുക്കറിയാം മനുഷ്യൻ മരിച്ചാൽ അവൻ എവിടേക്ക് പോകുന്നു. അതിനെക്കുറിച്ചുള്ള പഠനമാണ് മരണാനന്തര നിരകൾ എന്നുള്ളത്. അപ്പം മരണാനന്തര നിരകൾ എന്നുള്ളത് പഠിക്കുമ്പോൾ പൊതുവെ എല്ലാവരും പഠിച്ചു വെക്കുന്നത് സ്വർഗവും നരകവും എന്നുള്ളത് ഒറ്റ കാര്യമാണ്. നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോകും, തീയതി ചെയ്താൽ നരകത്തിൽ പോകും. ഇതാണ് കോമൺ ആയിട്ടുള്ള ടീച്ചിങ്. അതെല്ലാവരും വെച്ചിരിക്കുന്ന ടീച്ചിങ്ങാണ്. എന്നാൽ ക്രിസ്ത്യാനി യഥാർത്ഥ ദൈവസഭയാകാൻ ദൈവമക്കളെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ബേസിക് ലോകം പറയുന്ന ടീച്ചിങ്ങുമായിട്ടിരിക്കാനുള്ളവരല്ല. നമുക്കറിഞ്ഞിരിക്കണം ഞാൻ നിങ്ങൾ എവിടേക്കാ പോകുന്നുള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതേക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാകാൻ വേണ്ടി ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ആഗ്രഹമായി ചിന്തിക്കുന്നത് മരണാനന്തര നിരകൾ ഏതൊക്കെയാണ്. അപ്പോൾ 7 മരണാനന്തര നിരകളുണ്ട് എന്നുള്ളത് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത് സംബന്ധമായിട്ടുള്ള ഒരു പ്രത്യേക സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷെ അത് മുഴുവനും എടുത്തു പോകാൻ പറ്റുന്നത്. പക്ഷേ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കണമെങ്കിൽ എന്താണ് മനുഷ്യൻ മരിച്ചാൽ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിലേ ഈ സ്ത്രീയെക്കുറിച്ചും 12-ാം അധ്യായത്തിൽ പറയുന്ന നോവ് കിട്ടി പ്രസവിക്കുന്ന ആ സമയത്ത് വേദനപ്പെട്ട് ഒരു സ്ത്രീ വേദനപ്പെട്ട് അവള് കരയുന്നതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മരണാനന്തരങ്ങളെക്കുറിച്ചുള്ള ഒരു ടീച്ചിങ് ഉണ്ടായിരിക്കണം, അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇതേക്കുറിച്ചുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു പോവുകയുള്ളൂ. അപ്പം അതിനകത്ത് വേണ്ടതായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കൂടുതൽ അതേക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യം, പഠിക്കാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് എളിയവൻ എഴുതിയ മനുഷ്യൻ മരിച്ചാൽ
പിന്നെ അവൻ എവിടെ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന പുസ്തകത്തിൽ മരണാനന്തര പുനരുത്ഥാനതകളെക്കുറിച്ച് വളരെ സവിസ്തരമായിട്ട് വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ഈ പറയുന്ന മരണാനന്തരങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പഠനം ആവശ്യമുള്ളവർക്ക് അതിലേക്ക് പോകാം. പക്ഷെ ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ സംശയം ഉണ്ടാകാത്ത വിധത്തിൽ വളരെ സിമ്പിളായ രീതിയിൽ ഞാനത് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ നമുക്ക് മരിച്ചു, സ്വർഗത്തിൽ പോയി, നരകത്തിൽ പോയി എന്നുള്ളൊരു ചിന്ത മാത്രമല്ല ഉണ്ടാകേണ്ടത്. പിന്നെ സാധാരണ ഒരു നാമധേയ ക്രിസ്ത്യാനികളുടെ ബന്ധത്തിലുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മരണ വീട്ടുകളിൽ നടക്കുന്ന പ്രസംഗത്തിൽ കൂടുതലായി നമ്മൾ കേൾക്കുന്നത് മരിച്ച ശേഷം അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇപ്പോഴും പ്രസംഗിക്കുന്നതാണ്. പലരും വിചാരിക്കുന്നത് ധനവാൻ മരിച്ചു, അവൻ എന്ത് യാഥാ സ്ഥലത്തേക്ക് പോയി, ലാസർ മരിച്ചു, അബ്രഹാമിന്റെ മടിയിൽ പോയി. ഇതാണ് നാമധേയമായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനികൾക്കുള്ള അറിവ്. അവരിപ്പോഴും പറയുന്നത് അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. അതുപോലെ തന്നെ അവർക്ക് ഒരൊറ്റ കാര്യം അറിയത്തുള്ളൂ, ഇടത്തും വലത്തും നിർത്തും എന്നുള്ളത് അവർക്കറിയത്തുള്ളൂ. മനുഷ്യത്വം വെളിപ്പെടുമ്പോൾ ഇടത്തും വലത്തുമായിട്ട് നിർത്തും. പാവികളെ അവൻ ഇടത്തും വലത്ത് നീതിമാന്മാരെ നിർത്തും. ഇതാണ് അവർക്കറിയാവുന്നത്. എന്നാൽ ഈ ഒരു ചിന്തയായിട്ടല്ല ഒരു വിശ്വാസി ഇരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് നാം എത്രമാത്രം ആഴങ്ങൾ മനസ്സിലാക്കണമെന്ന് അറിയാമല്ലോ. ഞാൻ പറഞ്ഞത് സ്വർഗം നരകം എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. എന്നാൽ നാമധേയ ക്രിസ്ത്യാനികൾ അറിയാവുന്നവർ വിചാരിക്കുന്നത് അത് അബ്രഹാമിന്റെ മടിയിലേക്ക് മരണാനന്തരം പോകുന്നുള്ള ചിന്തയാണ് സാധാരണ രീതിയിലുള്ളത്. അത് പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ഇടത്തും വലത്തും നിർത്തി ചെമ്മരിയാടും കോലാടുമായിട്ട് തിരിക്കും. ചെമ്മരിയാടുകൾ നിത്യജീവനിലേക്ക് പോകും, ബാക്കിയുള്ളത് നരകത്തിലേക്ക് ഇത്രേ അറിയത്തുള്ളൂ. എന്നാൽ അതല്ല ഈ പറയുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ആദം മുതൽ, അഥവാ ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ഒടുക്കത്തെ നാളിൽ ജനിച്ചു വീഴുന്ന മനുഷ്യൻ വരെ എവിടെ ആണ് മരണാനന്തരം പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ഒരു പഠനം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ മരിച്ചു പോകുന്ന വ്യക്തികൾ എല്ലാവരും ഏതൊക്കെ സമയത്താണ്, എപ്പോഴാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നതിനെ കുറിച്ചുമുള്ള കാഴ്ചപ്പാടായി. അപ്പൊ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മളൊരു പഠനം പഠിക്കുമ്പോൾ അതിനൊരു ആരംഭമുണ്ട്, അതിനൊരു അവസാനമുണ്ട്. അപ്പോൾ അതാണ് മനുഷ്യചരിത്രം. അപ്പോൾ മനുഷ്യന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആദത്തെ സൃഷ്ടിച്ച അവനെ സൃഷ്ടിച്ചാക്കിയ സമയം മുതൽ എന്നാണോ മാനവരാശി ഒടുക്കത്തെ നാളിൽ എന്നേക്കുമായി അതിന് മാറ്റം വരുത്തി പിന്നെ ഒരു ജനനവും മരണവും ഇല്ലാത്ത ഒരു ഒടുക്കത്തെ നാളിലേക്ക് വന്നു കഴിയുന്ന അന്ന് വരെയുള്ള സകല മനുഷ്യരെയും മരണാനന്തരം എവിടെയാണ് അവർ കടന്നു പോകുന്നതിനെ കുറിച്ചുള്ള സമഗ്രമായൊരു പഠനമാണ് മരണാനന്തരത്തെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 7 മരണാനന്തര നിലകളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും എല്ലാ സമയത്തുമില്ല, ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് മരണാനന്തരങ്ങളുള്ളത്. അതിൻ്റെ പ്രാരംഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്നാമത്തെ മരണം സംഭവിച്ചത് അത് ഒരു കൊലപാതകമായിരുന്നു. നമുക്കറിയാം, വയലിൽ കൊണ്ടുപോയ കയ്യിൽ കയർത്തിട്ട് ഹാബേലിനെ കൊന്നു. അവനെ കൊന്നു കഴിഞ്ഞപ്പോൾ, അവൻ്റെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹാബേലിൻ്റെ രക്തം അഥവാ ജീവൻ ദൈവത്തോട് സംസാരിച്ചപ്പോൾ അവൻ്റെ ആക്കിയത്, അവൻ്റെ രക്തം വീണ സ്ഥലത്ത് നിന്ന് ഭൂമി പിളർന്ന് താഴേക്ക് അവനെ കൊണ്ടുപോയി എന്നാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഈ മനുഷ്യന്റെ ആത്മാവ് എവിടേക്കാണ് പോയത്? ഉയരത്തിലേക്കല്ല പോയത്, താഴേക്കാണ് പോയത്. അപ്പോൾ ആ താഴേക്ക് പോയതുള്ളതിൻ്റെ തെളിവെന്താണ്? കർത്താവ് കയ്യനോട് പറയുന്നുണ്ട്, നിന്റെ അനുജൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ രക്തം എന്നോട് സംസാരിച്ചുവെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. പറഞ്ഞു, നിന്റെ അനുജന്റെ രക്തം അഥവാ ജീവൻ ഏറ്റുകൊള്ളുവാൻ വേണ്ടി വായ തുറന്ന ദേശം എന്ന് പറഞ്ഞാൽ വായ തുറന്ന ദൈവം ഹാബേലിൻ്റെ ജീവൻ അഥവാ ആത്മാവിനെ ഭൂമിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അന്ന് തുറന്ന വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമിയുടെ താഴേക്ക് പോകുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു തുറവ അല്ലെങ്കിൽ ഒരു വാതിൽ
ദൈവം തുറന്നിട്ടുണ്ട് താഴേക്ക് പോകുന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ ആരൊക്കെയാണ് പോകുന്നുള്ളത് നമുക്കറിയാം. ഈ ഭൂമിക്ക് താഴേക്ക് കൊണ്ടുപോയി എന്നുള്ളത് അറിയുമ്പോൾ നമ്മളതിനെ മനസ്സിലാകുന്നത് പാതാളം എന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാമിനോട് ഉള്ള ബന്ധത്തിൽ പറയുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്ന പാതാളത്തെക്കുറിച്ച് അറിയാം. അപ്പം യാതനാ സ്ഥലമുണ്ട്, അതുപോലെ തന്നെ യാതന ഇല്ലാത്ത സ്ഥലവും ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ അതിനെ രണ്ടായിട്ട് തരംതിരിച്ച് വേർതിരിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. മീതെയുള്ള ഒരു ഭാഗവും കീഴെയുള്ള ഒരു ഭാഗവും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി യാക്കോബ് പറയുകയാണ്, നിങ്ങൾ ദുഃഖത്തോടെ എൻ്റെ നരയെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന്റെ മകനായിരിക്കുന്ന യാക്കോബ് പറഞ്ഞത് എവിടേക്ക് പോകുന്ന പറഞ്ഞത്? പാതാളത്തിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പഴയ നിയമത്തിലെ നമ്മൾ നോക്കുമ്പോൾ പാതാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അബ്രഹാം മരിച്ചു, എവിടേക്കാണ് പോയത്? പാതാളത്തിലേക്കാണ് പോയത്. അപ്പോൾ ഇസ്ഹാക്ക് മരിച്ചപ്പോൾ പറഞ്ഞു തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. അപ്പോൾ മരിച്ചു, അബ്രഹാം മരിച്ചപ്പോൾ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ഹാബേൽ ഉൾപ്പെടെയുള്ള നോഹ പോലെയുള്ള മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരെല്ലാവരും എവിടെയാണോ പാതാളത്തിൽ ഉണ്ടായിരുന്നത് അവിടേക്ക് പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ പാതാളം എന്നുള്ളതിനെ രണ്ടായിട്ട് തിരിക്കുന്നു. അതിനെ നമുക്ക് കർത്താവ് ലാസറിൻ്റെയും ധനവാറിൻ്റെയും കാര്യം പറഞ്ഞുള്ള ബന്ധത്തിലാണ് നമ്മളതിനെ തിരിച്ചു പഠിക്കുന്നത്. അതിനെ മീതെയുള്ള പാതാളമെന്നും അധമ പാതാളമെന്നും രണ്ടായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വാക്യമാണ്, ശൂന്യതയാണ്. കാരണം അതുകൊണ്ട് വയ്ക്കുന്നത് അബ്രഹാം പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാൻ കഴിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ധനവാൻ കിടന്നിട്ട് അവൻ അതിനെ യാതനാസ്ഥലം എന്നുള്ളതിനെ അധമ പാതാളം എന്നാണ് പറഞ്ഞത്. അധമ പാതാളം നമുക്ക് നിരവധി ഭാഗങ്ങൾ അതിനകത്തുണ്ട്. എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചെന്നാണ്. അപ്പോൾ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ അർത്ഥം അവര് അധമപാതാളത്തിലേക്ക് അഥവാ യാതനാസ്ഥലത്ത് പോകാതെ അവരെ എന്ത് ചെയ്ത് അവിടെ നിന്ന് രക്ഷിച്ചു. അവിടെ പറയുന്നത് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് യാതനാസ്ഥലം, അധമപാതാളം. അപ്പൊ യാതന ഇല്ലാത്ത സ്ഥലമാണ്, സ്വസ്ഥത അന്നുണ്ടായിരുന്ന സ്ഥലമാണ് മീതെയുള്ള പാതാളം. ആ മീതെയുള്ള പാതാളവുമായിട്ടൊരു പിളർപ്പുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ഭാഗങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്ന് മീതെയുള്ള പാതാളം, അതിനുശേഷമായി വാക്യമാണ്. അവിടെ എയറില്ല, ഒന്നുമില്ല. കാരണം കണ്ടക്ഷൻ നടക്കാൻ പാടില്ല. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ചൂട് വ്യാപരിക്കണമെങ്കിൽ വായു വേണം. അപ്പോൾ നരകാഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിനരകം കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് പിന്നീടല്ല കത്തിക്കുന്നത്, അത് കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് അവിടെ നിത്യമായി കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിനരകം ഒരിക്കലും ഭൂമിയുടെ ഭാഗമല്ല. അഗ്നിനരകം. ആരെങ്കിലും പഠിപ്പിക്കുകയാണ് തുറന്നുപോയി അഗ്നിനരകം കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാരണം ഇത് ഭൂമിയുടെ ഭാഗമല്ല. ഭൂമിയുടെ അകം കത്തിക്കാളുന്നുണ്ട്. അത് അവിടുത്തെ മെറ്റൽ, അതിൻ്റെ മറ്റുള്ള ഈ ലോകങ്ങളുടെ എല്ലാം അയിലായിരിക്കുന്നത് നമുക്കറിയാം. താഴോട്ട് പോകും, ചൂടാണ്, അവിടെ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് സംഭവിക്കുന്നത്. പക്ഷെ അതൊന്നും നരകമല്ല. നരകം ഭൂമിയുടെ ഭാഗമല്ല. നരകം സമുദ്രത്തിന്റെ ഭാഗമല്ല. നരകം പ്രത്യേക ഒരു സൃഷ്ടിയാണ്. അത് ദൈവം സൃഷ്ടിച്ച, അത് എന്നേക്കുമുള്ള സൃഷ്ടിയാണ്. അവിടുത്തെ തീ ഒരു നാളും കെട്ടുപോകത്തില്ല. അവിടെ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയാണ്, അത് കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ നിന്നുള്ള തീജ്വാല അത് ഭൂമിക്കുള്ളിലൂടെ വന്ന് ഈ മരണമാകുന്ന നരകം, അതിനുശേഷമായി അധമപാതാളം വരെ എത്തി. അവിടുന്ന് മുകളിലോട്ട് പോകാതെ ദൈവം അതിനെ വാക്യം ഇട്ടിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു ഭൂമിയുടെ അധോഭാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പോൾ ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്ന മനുഷ്യാത്മാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ, അപ്പോൾ അഗ്നിനരകം എന്നേക്കുമുണ്ട്. കാരണം അല്ലെങ്കിൽ ഭൂമിയും ആകാശവും കത്തി കഴിയുമ്പോൾ ഈ അഗ്നിനരകം ഭൂമിയുടെ ഭാഗമാണെങ്കിൽ ഒടുക്കത്തെ നാളിൽ അഗ്നിനരകവും ഇല്ലാതായി പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ് അഗ്നിനരകത്തെ ആരെങ്കിലും പറയുകയാണ് കണ്ടെന്നോ, ഭൂമിക്കടിയിൽ പോയി കണ്ടെന്നോ, റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ കുഴിച്ചു വന്നപ്പോൾ നിലവിളി കാട്ടുന്നോ എന്ന് പറഞ്ഞാലൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ട് പറഞ്ഞിരിക്കും. അഗ്നിനരകത്തെ കാണാൻ പറ്റത്തില്ല. എന്നാൽ പാതാളവും നരകവും ഈ ഭൂമിയുടെ അന്തർഭാഗത്തുള്ളതാണ്. കാരണം അത് മനുഷ്യന്റെ ആത്മാക്കളെ വെക്കാനുള്ള സ്ഥലത്തുള്ള ബന്ധത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ മനുഷ്യൻ മരിക്കുമെന്നും മരണാനന്തരം അവൻ്റെ ആത്മാക്കളുണ്ടാകുമെന്നും വിശുദ്ധന്മാരുടെ ആത്മാക്കളുണ്ടാകുമെന്നും ദുഷ്ടന്മാരുടെ ആത്മാക്കളുണ്ടെന്നുള്ള ദൈവം നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം അതെല്ലാം കണക്ക് കൂട്ടിയാണ് ഭൂമിയെ ദൈവ അന്തർഭാഗത്തെ സൃഷ്ടിച്ചിരുന്നത്. അപ്പോൾ അതിൽ സൃഷ്ടിച്ചിരുന്നതിൻ്റെ ഒരു ഭാഗം മീതെയുള്ള പാതാളമായിരുന്നു. അത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ
ഹാബേൽ ഉൾപ്പെടെയുള്ള എല്ലാ വിശുദ്ധന്മാരും മരണാനന്തരം എത്തിച്ചേർന്നത് മീതെയുള്ള പാതാളത്തിലേക്കായിരുന്നു. അപ്പോൾ ആ മീതെയുള്ള പാതാളത്തിൽ അതിനെ അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന്റെ മടിയിലിരിപ്പാൻ യോഗ്യതയുള്ള, അബ്രഹാം വിശ്വാസി പിതാവായതുകൊണ്ട് ആ യോഗ്യതയുള്ളൊരു കൂട്ടരെ വെളിപ്പെടുത്തുകയും മറ്റൊരു കൂട്ടർ കൂടിയുണ്ട്. അബ്രഹാമിന്റെ മടിയിലിരിക്കാൻ യോഗ്യതയില്ലാത്ത ഇസ്മായിലിനെ പോലുള്ളവരുണ്ട്. ഇസ്ഹാക്കും യാക്കോബും ഇരിക്കാൻ യോഗ്യതയുള്ളവരാ. ഹാബേല്, ഹാനോക്ക്, അവരൊക്കെ ഒരേ നിലയിലുള്ള വിശ്വാസവീരന്മാരാണ്. നമുക്കിവരെ ഒറ്റ വാക്കിൽ പറയാം, പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായവരുടെ ആത്മാക്കൾ. അപ്പോൾ പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായവരുടെ ആത്മാക്കളാണ് അബ്രഹാം ഉൾപ്പെടെയുള്ള, അബ്രഹാമിന് മടിയിലിരിക്കാൻ യോഗ്യതയുള്ള വിശുദ്ധന്മാരായിട്ടുള്ളവരെല്ലാം ആ ഒരു ഗണത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ രണ്ടാമത്തെ കൂട്ടരാരാണ്? നിത്യജീവന യോഗ്യതയുള്ളവർ, അഥവാ ശിശുക്കളെ പോലെ ഉള്ളവർ. ശിശുക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവര് നിത്യജീവന യോഗ്യതയുള്ളവരാണ്. ഒരൊറ്റ ശിശു പോലും നരകാഗ്നിയിലേക്ക് ദൈവം തള്ളിക്കളയത്തില്ല. ഈ ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടവരായിട്ടാണ് ജനിക്കപ്പെടുന്നത്. അപ്പോൾ ജീവപുസ്തകം എന്നുള്ളത് ലോകസ്ഥാപനം മുതൽ എഴുതപ്പെട്ടു തുടങ്ങിയതാണ്. ലോകസ്ഥാപനത്തിൽ എഴുതപ്പെട്ട ആദ്യ പേര് ആദത്തിൻ്റെയും ഹവ്വയുടെയും ആയിരുന്നു. അത് ലോക ആരംഭത്തിലാണ് ഈ പേര് മായ്ച്ചത്. ദൈവം അവിടെ പേര് മായ്ച്ചു. പാപം ചെയ്തപ്പോൾ അവിടെ പേര് മായ്ച്ചു. എഴുതിയ പേര് ഏതെല്ലാം വാസം കഴിഞ്ഞപ്പോൾ, പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ പേരിൽ നിന്ന് അവിടെ രണ്ടുപേരുടെയും പേര് മായ്ച്ചു. എന്നാൽ ഇവർ വീണ്ടും അതിവേദന വന്നപ്പോൾ, കഷ്ടത ഇട്ട് കൊടുത്തപ്പോൾ, വേദന വന്നപ്പോൾ, അതുകൊണ്ടാണ് ദൈവം അവർക്ക് വേദന ഇട്ട് കൊടുത്തു. വേദന എടുത്തപ്പോൾ ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തോട് അടുത്ത് ചെന്നപ്പോൾ അവരുടെ പേര് വീണ്ടും ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ മനുഷ്യന്റെ വംശോൽപത്തി എഴുതി വരുമ്പോൾ ആദം ദൈവത്തിന്റെ മകനെന്ന് പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദം പാപിയായിട്ടല്ല ലോകത്ത് നിന്ന് മരിച്ചത്. ആദത്തെ ദൈവം നീതീകരിച്ചിരുന്നു. അവന്റെ പേര് മടങ്ങി വന്നിരുന്നു. അവൻ മടങ്ങി വന്നിരുന്നു, ദൈവത്തിങ്കിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവന്റെ പേര് വീണ്ടും വന്നിരുന്നപ്പോൾ, അതിനുശേഷം കയീനും ഹാബേലും ജനിക്കുമ്പോൾ അവരുടെ പേരും ജീവപുസ്തകത്തിലുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രായമെത്തി പാപത്തിനടിമപ്പെട്ട് കഴിയുമ്പോഴാണ്, പാപം ചെയ്യുമ്പോൾ എന്നെ പറയുന്നത് ബാല്യപ്രായത്തിലേക്ക് കടക്കുമ്പോൾ, മനുഷ്യൻ ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു കാലം വരുമ്പോഴാണ് ദൈവം പാവങ്ങളെ കണക്കിടാൻ തുടങ്ങുന്നത്. അതുവരെയും പാപം കണക്കിടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടം കൈയും വലങ്കയും തിരിച്ചറിയാത്തൊരു കുഞ്ഞൊന്നും ചെയ്യുന്നില്ല. ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കത് പ്രാപിക്കേണ്ടതിനാണ് നാം ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ന്യായത്തിന് മുമ്പിൽ ന്യായവിധി ഉണ്ടാകുന്നത്. ഒരു കുഞ്ഞുങ്ങൾ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, 2 മാസമുള്ള 3 മാസമുള്ള കുഞ്ഞുങ്ങൾ എന്നാ പാപ ചെയ്യുന്നത്? അവരിൽ പാപബീജമുണ്ട്, പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല, അത് ആക്റ്റീവാകുന്നില്ല, പ്രവർത്തനത്തിലാകുന്നില്ല. അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടത്, ആരാണെങ്കിലും നമുക്കറിയാമല്ലോ, എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ബുദ്ധി ഇല്ലാത്തവർ, ബുദ്ധി ഉറയ്ക്കാത്തവർ, അങ്ങനെ ഒരുപാട് പേര് ലോകത്തിലുണ്ട്. അവരൊക്കെ യേശുവിനെ സ്വന്തം രക്ഷാവായിട്ട് ഏറ്റു പറയാത്തവരാ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അവരെയൊന്നും ദൈവം തള്ളിക്കളയത്തില്ല. ദൈവത്തിന്റെ സൃഷ്ടികളാണ്. കർത്താവ് പറഞ്ഞല്ലോ, ചെകടിനും ഊമനെയൊക്കെ ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശിശുക്കളെ പോലെ നന്മയോ തിന്മയോ അറിയാതെ ഉള്ള മനുഷ്യരെല്ലാം ദൈവത്തിന് ജീവിതത്തിൽ പേരുണ്ട്. പാവം മനഃപൂർവ്വമായി ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് ദൈവത്തിനോട് പേര് മായ്ച്ചു കളയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത്, മനുഷ്യൻ പാപത്തിനോട് ചേർന്ന് കഴിയുമ്പോൾ ആണ് പാപം ചെയ്യുന്നതിൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ, ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പേര് അതിൻ്റെ അകത്തുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പാപം ചെയ്തു, എനിക്ക് തിരിച്ചറിവുണ്ടായി, ഞാൻ മനഃപൂർവ്വമായി പാപം ചെയ്തു, ഇവൻ്റെ പേര് മായ്ച്ചു കളഞ്ഞു. എന്നാൽ എനിക്ക് ഒരു വീണ്ടും മാനസാന്തരമുണ്ടായി, ദൈവത്തിലേക്ക് അടുത്ത് വരുവാൻ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, ഭാവിയാണ് സംബന്ധിച്ചപ്പോൾ, ക്രിസ്തുവിൽ മുഖാന്തരമാണ് എനിക്ക് രക്ഷ എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ, ഞാൻ കർത്താവിനോട് എൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ പാപം ക്ഷമിച്ചു തന്നു. എൻ്റെ പേര് ദൈവം വീണ്ടും എന്ത് ചെയ്തു? എഴുതാൻ അർഹതപ്പെട്ടവൻ. ആർക്കാണോ മായ്ക്കാൻ അർഹതയുള്ളവൻ, അവൻ എഴുതാനും അവൻ യോഗ്യതയുള്ളവനാ. എഴുതാനും മായ്ക്കാനും യോഗ്യതയുള്ളവർ സൃഷ്ടിതാവാൻ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് വീണ്ടും, നമ്മളതിനെയാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ പേര് ജീവ പുസ്തകത്തിൽ പേര് വന്നു. ഇപ്പൊ ജീവപുസ്തകത്തിൽ വരുന്ന പേര്, കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും പേരുണ്ട്, മാനസാന്തരപ്പെടുന്ന എല്ലാവരുടെയും പേരുണ്ട്. ഇതിനെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരെ നമ്മൾ 30 മേനി എന്നാണ് പറയുന്നത്. 30 മേനി. 30
60, 100 മേനിയാണുള്ളത്. അപ്പോൾ 30 മേനി എന്താണെന്ന് മനസ്സിലായല്ലോ. ശിശുക്കളെ പോലുള്ളവർ അഥവാ ജീവവസ്തുത്തിൽ പേരുള്ളവർ. ഇതൊക്കെ വളരെ ആഴങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഈ ജീവവസ്തുത്തിൽ പേരുള്ളവർ എന്നാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇവര് ഈ ജീവപുസ്തകത്തിൽ പേരുള്ളവർ അവരൊരു കൂട്ടരാണ്. അപ്പോൾ എന്നാൽ പഴയ നിയമത്തിൽ 60% വിശുദ്ധീകരണത്തിലേക്ക് എത്തിയവരായിരുന്നു ആര്? അബ്രഹാം ഉൾപ്പെടെയുള്ളവര്. ഇനി ഞാൻ ഒരു വാക്യം കൂടെ പറയാം, എന്നിലേ അത് മനസ്സിലാകത്തുള്ളൂ. എന്താണ് ഈ വിടുതൽ, എന്താണ് സ്വാതന്ത്ര്യം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയെങ്കിലേ 30, 60 മേനി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഈ 30, 60 കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ 30, 60 എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വിടുതലിന്റെ പൂർത്തീകരണം? നമ്മൾ വിടുതലിനെ കുറിച്ച് ചിന്തിച്ചു, സഹായത്തെക്കുറിച്ച് ചിന്തിച്ചു. പിന്നെ രാത്രി ഞാൻ വിടുതലിനെ കുറിച്ചും സഹായത്തെക്കുറിച്ച്, വിടുതൽ ഞാൻ പറഞ്ഞ പ്രോസസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് വിടുതല്, എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളതിന്റെ ആത്മീയ അർത്ഥം ഇന്ന് രാത്രി മനസ്സിലാകണം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്താണ് വിടുതൽ, എന്താണ് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? എന്താ അതിന്റെ ആത്മീയ അർത്ഥം എന്താ? വളരെ സിമ്പിളായ കാര്യമാണ്. പക്ഷേ നമ്മളതിൻ്റെ ആ കാര്യം വേണ്ട രീതിയിൽ ചിന്തിക്കാത്തത് കൊണ്ട്, മനസ്സിലാകാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയത്തില്ല. എന്നാൽ നമുക്കത് അറിയാം. പക്ഷേ ഒരാൾ ചോദിക്കുക, എന്താ ക്രിസ്തു മുഖാന്തരമുള്ള വിടുതൽ എന്താ, എന്താ നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ എന്ത് നമ്മൾ പറയും? നമ്മൾ ഒരുപാട് വാക്യങ്ങളെടുത്ത് നമ്മൾ പറയാൻ ശ്രമിക്കും. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, വീണ്ടും അടിമത്തത്തിൽ കുടുങ്ങിപ്പോകരുത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വിടുതൽ എന്താണ്, സഹായം എന്താണ്, സ്വാതന്ത്ര്യം എന്താണെന്ന് ഇന്ന് രാത്രി ഞാൻ ഈ 3 വാക്കുകൾ ഒന്ന് പരിചയപ്പെടുത്തരാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉപവാസ പ്രാർത്ഥന എന്നാ തോന്നുന്നു, നമ്മൾ വിടുതലിനെ കുറിച്ചും സഹായത്തെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ വിടുതൽ ഞാൻ പറഞ്ഞത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് നമ്മളെ സഹായത്തിലൂടെ നമ്മെ പൂർണ്ണ വിടുതലിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് പൂർണ്ണ വിടുതൽ എന്നുള്ളത് അറിയണമെങ്കിൽ, എന്താണ് വിടുതൽ, യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമായ വിടുതൽ എന്താണ് സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളത് ഈ വാക്യം മറന്നു പോകരുത്. ഞാൻ ഇന്ന് പറയുന്ന വചനം നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. എന്താണ് വിടുതൽ, എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. കാരണം ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആഴം നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാൽ വളരെ സിമ്പിളായ കാര്യമാണ്, എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ വളരെ സിമ്പിളാണെന്ന് പറയും, പിന്നെ ഒരിക്കലും മറന്നു പോകത്തില്ല. ഞാനതിനു വേണ്ടി ഒരു വാക്യം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, 20-ഉം 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഇത് വളരെ സിമ്പിളാണ്, നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് പലരും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൃഷ്ടി ദൈവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും. അപ്പോൾ വിടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ദ്രവിച്ചു പോകുന്നതാണ്. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. എവിടെ സംഭവിച്ചു? അത് ഏദനിൽ പാപത്തിന്റെ ഫലമായി പാവാനന്തരമായിട്ട് ദൈവം പറഞ്ഞു, നീ പൊടിയാടാ, നീ പൊടിയിലേക്ക് തിരികെ ചേരും, ദ്രവത്വം. അപ്പോൾ അന്ന് മനുഷ്യന് സംഭവിച്ചതാണ് ദ്രവത്വം ഉണ്ടാകാൻ തുടങ്ങി. അവന്റെ ശരീരം ദ്രവിച്ചു മണ്ണോട് ചേർന്നു. ശരീരത്തിന്റെ ദ്രവത്വത്തെയാണ് ഈ പറയുന്ന വിടുതലില്ലായ്മ അല്ലെങ്കിൽ ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരീരം അതിനടിമപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള അതിൽ നിന്ന് നമുക്ക് തരുന്ന ദാസ്യത്തിൽ നിന്ന് നമ്മൾ അടിമയായി പോയി. അപ്പോൾ ആ ദാസ്യത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ് വിടുതൽ. അപ്പോൾ ആരായിരുന്നു ആദവും ഹവ്വയും? അവര് ദൈവത്തിന്റെ നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സദൃശ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. നിത്യതയായിരുന്നു അവരുടെ ഇത്. മണ്ണോട് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും ദൈവ തേജസ് ഉണ്ടായിരുന്നു. അവർക്ക് നിത്യതയോളം ജീവിക്കാനുള്ളതായിട്ടുള്ള ഒരു ശരീരമാണ് ദൈവം കൊടുത്തിരുന്നത്. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ തേജസ് നഷ്ടപ്പെട്ടു. അവര് എന്തായി തീർന്നു? അവർ ദ്രവത്വമുള്ളതായി തീർന്നു. അപ്പോൾ ഈ തേജസ്സിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് ഈ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദാസ്യം അല്ല അടിമത്വം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ദ്രവത്വം പൊടിയായി തീരുന്ന അവസ്ഥയാണ് ഈ പറയുന്ന ദ്രവത്വം അഥവാ ദാസ്യത്തിന്റെ അടിമ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാം ദ്രവത്വത്തിന്റെ അടിമയായി തീർന്നിരുന്നു. ദ്രവത്വത്തിനാണ്. അപ്പോൾ ഇതിൽ നിന്ന് അത് തുറന്നു പറയുകയാണ്,
വിടുതലും ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമ്പോൾ തേജസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തേജസ്സാണ്. അപ്പോൾ ക്രിസ്തു മുഖാന്തരം നമ്മൾ സ്വതന്ത്രരാക്കിപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ തേജസ്സിന്റെ മക്കളായി തീരുന്നു എന്നാണ്. രാത്രി മനസ്സിലായോ? ഈ കാര്യം പിടികിട്ടിയോ? വിടുതൽ എന്ന് പറഞ്ഞാൽ പനിയിൽ നിന്ന് വിടുവിക്കുന്നതും രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നതും കടഭാരത്തിൽ നിന്ന് വിടുവിക്കുന്നതും ജയിലിൽ നിന്ന് വിടുവിക്കുന്നതും ഒക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വിടുതൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഭൗതിക വിഷയത്തോട് ബന്ധത്തിൽ വിടുതലാണ് പറയുന്നത്. പക്ഷെ എന്നാൽ ഈ വചനപരമായിട്ടുള്ള ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന സന്ദേശമായിരിക്കുന്ന വിടുതൽ എന്നുള്ളത് നമ്മെ കർത്താവ് വിടുവിച്ചു, പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പാപം വിടുതൽ കിട്ടിയപ്പോൾ അങ്ങനെ നാം ദൈവത്തിന് സഹായം ലഭിച്ച് നാം ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് ദ്രവത്വത്തിൽ നിന്ന് അത് പുനരുത്ഥാനം പ്രാപിച്ച് ദാസ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. അടിമത്തത്തിൽ നിന്ന് വിടുതൽ കിട്ടും. അപ്പോൾ ആദത്തിന്റെ ശരീരം അന്ന് വരെയും അത് ദൈവത്തിൻ്റെ വചനമായി ബന്ധമുള്ളത് കൊണ്ട് അവന് അവിടെ ദാസ്യത്തിൽ അടിമയല്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം അവന് ദൈവമായിട്ടുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ദൈവമായിട്ടുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തേജസ്സാണ്. തേജസ് രൂപിയായിരിക്കുന്ന ദൈവത്തോട് നമുക്ക് അടുക്കണമെങ്കിൽ നാം ദാസ്യത്തിൽ എന്ന് പറഞ്ഞാൽ നിത്യമായ ശരീരവും തേജസ്സുമുള്ളവർക്കും മാത്രമേ തേജസ്സുള്ള ദൈവത്തോടുകൂടെ വസിക്കാൻ കഴിയത്തുള്ളൂ. അതിനെയാണ് വിടുതലെന്നും സ്വാതന്ത്ര്യമെന്നും പറഞ്ഞിരുന്നത്. വിടുതൽ, സ്വാതന്ത്ര്യം. അപ്പോൾ ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് അത് പല നിലവാരത്തിലുള്ള വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ ഏത് നിലവാരത്തിലേക്കാണ് വീണ്ടെടുക്കുന്നുള്ളത് ഈ പറയുന്ന ഗ്രേഡ് അനുസരിച്ചാണ് വിടുതൽ പ്രാപിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ആദിദാനം ലഭിച്ച നാമം നമ്മുടെ പുത്രത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയപ്പോൾ എന്താണ് വിടുതൽ എന്നുള്ളത് മനസ്സിലായല്ലോ. ദാസ്യത്തിൽ നിന്ന് നമ്മൾ ദ്രവിച്ചു പോകേണ്ടതായ ആ അവസ്ഥയിൽ നിന്ന് നമ്മെ വിടുവിച്ചു, ദൈവം വിടുവിച്ചു. എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ മരണമുഖാന്തരമായി മനുഷ്യന് ദൈവം നിത്യത കൊടുക്കുവാൻ വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്, തേജസ് ലഭിക്കുകയാണ്. നമുക്ക് തേജസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം സ്വാതന്ത്ര്യം ലഭിക്കുമോ അത്രമാത്രം നമുക്ക് തേജസ് ലഭിക്കും. അതിനെയാണ് നാം ധൈര്യപൂർവം കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം ജനിച്ചു വീണപ്പോൾ നമുക്ക് ശരീരത്തിന് വീണ്ടെടുപ്പിനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് വീണ്ടെടുപ്പ് നമുക്ക് അതിനുള്ള യോഗ്യത നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം നമുക്ക് സ്വാതന്ത്ര്യവും ലഭിക്കുന്നു, ഒരു കുഞ്ഞായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പക്ഷെ നമ്മൾ അധികാരമുള്ളവരല്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ശിശുവായിരിക്കുന്നതോളം കാലം അവൻ അവകാശിയാണെങ്കിലും അതിന് അവൻ യോഗ്യനല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ അവകാശികൾ. പക്ഷെ ശൈശവാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ആ അധികാരത്തിലേക്ക് എത്താൻ, സിംഹാസനത്തിലേക്ക് എത്താൻ കഴിയത്തില്ല. അപ്പോൾ ശൈശവാവസ്ഥയിൽ നിന്ന് വളർച്ച പ്രാപിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അർത്ഥം എന്താണ്? സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. ഏത് സ്വാതന്ത്ര്യം? ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ. എവിടം വരെ നാം അടുത്ത് ചെല്ലും? അവനോട് ചേരുന്ന ആ വലിയ സ്വാതന്ത്ര്യത്തെയാണ് തേജസ്, ദൈവപുത്രന്റെ തേജസ് നാം പ്രാപിക്കുക എന്നുള്ളത്. വിടുതൽ എന്താണെന്ന് മനസ്സിലായല്ലോ, സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലായല്ലോ, തേജസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിന് ഗ്രേഡുണ്ട്, നിലവാരമുണ്ട്, നിരകളുണ്ട്. അതിനെയാണ് ഈ പറയുന്ന വചനമനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലായി വിചാരിക്കുന്നു. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? ദൈവത്തോട് നമുക്ക് അടുത്തേനുള്ള തേജസ്സിൻ്റെ മക്കൾക്ക് മാത്രമേ തേജസ്സിൻ്റെ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത് ചെല്ലുന്നതിന് എത്രമാത്രം നമുക്ക് തേജസ് ഉണ്ടോ അത്രമാത്രം ലെവലിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഞാൻ വേഗത്തിൽ പറയാം. 30 മേനി എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന തേജസ് അവൻ്റെ കൂടെ അവനോട് ചേർന്നിരിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം തേജസ് നമുക്കില്ല. അതുകൊണ്ടാണ് ഈ പുനരുത്ഥാനങ്ങളുടെ ബന്ധത്തിൽ പറയുമ്പോൾ സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ,
നക്ഷത്രം കൊണ്ട് തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടല്ലോ. അതിലേക്ക് നമ്മൾ തേജസ്സിൻ്റെ സ്വാതന്ത്ര്യം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ വചനമറിയുകയും സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന പറയുന്നത്. എന്താണ് സത്യം? ദൈവത്തിൻ്റെ വചനം. അപ്പോൾ വചനം നമ്മൾ അറിയും തോറും നാം എന്ത് ചെയ്യുന്നു? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ എന്ത് ചെയ്യും? സ്വതന്ത്രരാക്കുകയും ചെയ്യും. നാം ഇരുളിൻ്റെ മക്കളായിരുന്നു, നാം ദാസ്യത്തിലായിരുന്നു, നാം പിടിവിട്ടു പോകുന്ന ആ ഒരു അവസ്ഥ, ഒന്നുമില്ല ശൂന്യതയിലേക്ക്, പുനരുത്ഥാന നിത്യ പോകുമ്പോൾ ശരീരമുണ്ട്, പക്ഷേ പ്രയോജനമില്ലാത്ത ദാസ്യത്തിന് അടിമത്തത്തിൽ, ഇരുളിൻ്റെ ആ അടിമത്തത്തിൽ നിത്യനരകാഗ്നിയിലേക്ക് പോകേണ്ട അവസ്ഥയിൽ നിന്ന് ക്രിസ്തു മുഖാന്തരം നമ്മെ നിത്യതയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി ദൈവം നമ്മളെ വേർതിരിച്ചു, നമ്മളെ സ്വാതന്ത്ര്യമുള്ളവരാക്കി തീർത്തു. അഥവാ നമ്മളിൽ തേജസ് തന്നുമിരിക്കുന്നു. അപ്പോൾ ദൈവവചനം നമ്മളിൽ വീഴുന്നതനുസരിച്ച് നാം വിളയപ്പെടുന്നു. അതാ പറയുന്നത് 30, 60, 100 മേനി വിളഞ്ഞു. ഇതാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിന് അപ്പുറമായിട്ട് മറ്റൊരു സ്വാതന്ത്ര്യമില്ല. ഇതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്താണ്? തേജസ് പ്രാപിക്കുന്നത്. തേജസ് പ്രാപിച്ച് 100 മേനിയിലേക്ക്, അഥവാ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയെ മാറണമെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് ക്രിസ്തു നമ്മെ സ്വന്തമാക്കിയ. നാം സാക്ഷാൽ സ്വതന്ത്രരായി. അപ്പോൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരണമെങ്കിൽ കർത്താവിൻ്റെ വചനത്താൽ നാം എന്ത് ചെയ്യണം? നാം സ്വാതന്ത്ര്യം പ്രാപിക്കണം. നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി പൂർണ്ണമായുള്ള ആ തേജസ്സിലേക്ക് എത്താൻ വേണ്ടി നമ്മെ പഠിപ്പിച്ച് തികവിലേക്ക് എത്തിക്കുന്ന ദൈവീയ സന്ദേശത്തെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലായല്ലോ, മറന്നുപോകത്തില്ലല്ലോ. സ്വാതന്ത്ര്യം ഈക്വൽ ടു തേജസ്. അപ്പോൾ തേജസ്സാണ്. തേജസ് ഇല്ലാത്തവർക്ക് എവിടെ ചെല്ലാൻ പറ്റത്തില്ല. ഇരുളുള്ളവർക്ക്, അവർക്ക് ആദമത്തിന് ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ടു പോയ എന്താ? തേജസ് നഷ്ടപ്പെട്ടു പോയി, ഇരുളായി തീർന്നു. ദൈവം പറഞ്ഞു, ഇനി പറ്റത്തില്ല, നിങ്ങൾക്ക് എൻ്റെ അടുക്ക് വരാൻ സ്വാതന്ത്ര്യമില്ല. അവരെ ഇറക്കിക്കളഞ്ഞു. എന്നാൽ ദൈവം വാഗ്ദത്തം കൊടുത്ത് വീണ്ടും ദൈവം അവരെ ദൈവത്തിൻ്റെ മക്കളാക്കാൻ തേജസ്സിൻ്റെ അവർക്ക് കൊടുക്കാനിടയാത്തതുപോലെ ഇന്ന് രാത്രിയിലും പാപികളായിരുന്ന നമ്മെ, ഇരുളിൻ്റെ മക്കളായിത്തീർന്ന നമ്മെ ദൈവത്തിൻ്റെ കൃപയാൽ, അവൻ്റെ കരുണയാൽ, അവൻ്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ സ്വതന്ത്രരാക്കി നമ്മളിൽ ദൈവ തേജസ് പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ദിവസങ്ങളിൽ അത് വർദ്ധിച്ചു വരണം. ആ ദൈവമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നാം അധികമായി അടുത്തു വരണം. അതിനെയാണ് തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ, നമ്മുടെ ജഡത്തിൻ്റെ ദ്രവത്വത്തിൽ നിന്ന്, ദ്രവിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ ഒരു നിത്യതയുടെ ശരീരമാക്കി തീർത്ത ക്രിസ്തുയേശുവിൻ്റെ വിടുതലിൻ്റെ രക്തത്തിൻ്റെ ശക്തിക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. നമ്മെ വിടിവിച്ച മരണത്തിൻ്റെ പാശങ്ങളെ അഴിച്ച് ഇരുളിൻ്റെ കെട്ടുകളിൽ നിന്ന്, ഇരുളിൻ്റെ സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടിവിച്ച് തേജസ്സിൻ്റെ വെളിച്ചത്തിൻ്റെ മക്കൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകുന്നു. അപ്പം വെളിച്ചത്തിലുള്ളവൻ ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ഇതിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ മറന്നു കളയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ റോമർക്കെതിരെ 8-ാം അധ്യായം വായിക്കുമ്പോൾ അത് അവിടെ രേഖപ്പെടുത്തിയ വിഷയത്തിൻ്റെ അർത്ഥം നമുക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോയതുകൊണ്ടാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരുപാട് വേണമെങ്കിൽ പ്രസംഗിക്കാം, വേണമെങ്കിൽ ഒത്തുവാക്യങ്ങളെടുത്ത് വേണമെങ്കിൽ മണിക്കൂറുകളോളം പ്രസംഗിക്കാം. പക്ഷെ പ്രസംഗിച്ചു കഴിഞ്ഞാലും എന്താണ് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാതെ പോകും. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവോടെ വ്യക്തമായി വെളിപ്പെടുത്തുക, നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം തേജസ്സാണ്. അതാണ് അത് നഷ്ടപ്പെട്ടു പോയത്. ദൈവമായിട്ടുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി. അത് മടക്കി നൽകിയത് യേശുക്രിസ്തു വന്നത് മുഖാന്തരമാണ്. നമ്മെ പിതാവിനോട് അടുപ്പിച്ചു. അവൻ്റെ തേജസ് ഒഴിഞ്ഞു വെച്ച് ലോകത്തിൽ വന്നത് നമ്മെ തേജസ്സിന്റെ മക്കളാക്കി. അതുകൊണ്ടാണ് പറയുന്നത്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക്, അഥവാ സ്വാതന്ത്ര്യത്തോടെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് യേശു ബന്ധിക്കപ്പെട്ട് അവൻ മരിക്കുവാൻ ഇടയാക്കുന്നത്. രാത്രി നമുക്ക് സ്വാതന്ത്ര്യം തന്ന ക്രിസ്തുയേശുവിൻ്റെ രക്തത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ പാപത്തിൽ നിന്ന് വിടിവിച്ച് നമ്മെ തേജസ്സിന്റെ മക്കളാക്കി തീർക്കുവാൻ
പറയുന്ന അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവിടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നമ്മെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടിയാണ്, നമ്മെ തേജസ്സുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയാണ് യേശുക്രിസ്തു അവൻ തേജസ്സില്ലാതെ ലോകത്തിൽ വന്ന് കഷ്ടം സഹിച്ച് മരിച്ചത്. എൻ്റെ ദ്രവത്വം മാറ്റുവാൻ, എൻ്റെ അടിമത്തം മാറ്റുവാൻ, എനിക്ക് എൻ്റെ ഇരുള് മാറ്റി എന്നെ പ്രകാശമുള്ളവനാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു കാൽവറിയിൽ അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി കണ്ണടച്ച് അവൻ മരിച്ചത്. അവൻ മരിച്ചത് മുഖാന്തരമായി നമുക്ക് ലഭിച്ച സ്വർഗീയ സ്വാതന്ത്ര്യത്തെയാണ് ആത്മീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അബ്ബ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ പുത്രത്വത്തിന്റെ ആത്മാവോടുകൂടി കൃപാസനത്തേക്ക് അടുത്തില്ലുവാനുള്ള ദൈവ തേജസ്സാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ ഓർത്തുന്ന രാത്രി സ്തോത്രം ചെയ്യണം. അതുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യത്തിന്റെ മക്കളാണെന്ന് പറയുന്നത്. നാം സ്വതന്ത്രമാക്കപ്പെട്ടവരാണ്, നാം സ്വാതന്ത്ര്യത്തിന്റെ മക്കളാ. അതുകൊണ്ട് രാത്രി പറയണം, ഏത് പാതിരാത്രിക്കും ഏത് സമയത്തും അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശം, ആ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്ന നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിനെയാണ് നൂറുമേനിയുടെ തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ മടങ്ങി വരാം. അപ്പോൾ 30 മേനി എന്നുള്ളത് നമുക്കറിയാം, അത് തേജസ്സിന്റെ പ്രാരംഭ സ്റ്റെപ്പാണ്. അവർക്ക് ദൈവത്തോട് അത്രമാത്രം അടുത്ത് ചെല്ലാൻ കഴിയത്തില്ല. ശിശുക്കൾ എന്നുള്ളവർ ഗുണവും ദോഷം ചെയ്യുന്നില്ല. അവർ മരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അവർ മീതെയുള്ള പാതാളത്തിലേക്ക് പോയിരുന്നു. അബ്രഹാമിന്റെ മടിയിലേക്കല്ല അവർ പോയത്, അവർ മീതെയുള്ള പാതാളത്തിൽ ഒരു സ്ഥലത്തായിരുന്നു. എന്നാൽ അബ്രഹാമിന്റെ മടിയിലിരിക്കാനുള്ള അന്നത്തെ പഴയ നിമിത്ത ശ്രേഷ്ഠന്മാരായിരിക്കുന്നവർക്ക് ലഭിച്ച ആ തേജസ് അവർക്കുള്ളത് അബ്രഹാമിനെ പോലുള്ള ശ്രേഷ്ഠന്മാരായിരിക്കുന്നു. അവർക്ക് 60 മേനി അഥവാ അവർക്ക് ലഭിച്ചിരുന്നത് അല്പം കൂടിയുള്ള തേജസ് ലഭിച്ചിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ഗ്രേഡിലുള്ളവർക്ക് അഥവാ തേജസ് പ്രാപിച്ചു. അപ്പോൾ തേജസ് ഇല്ലാത്തവരല്ല, കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആത്മാക്കൾ വിശ്രമിക്കുന്നു. പുനരുത്ഥാനത്തിൽ അവർക്ക് ഭൗമിക തേജസ് ലഭിക്കും. അതേക്കുറിച്ച് തേജസ്സിന്റെ മണ്ഡലങ്ങളെക്കുറിച്ചാണ് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതറിയാം, പക്ഷെ ഇപ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളെപ്പോഴും 1 കൊരിന്ത്യർ 15-ാം അധ്യായം വായിച്ച് നാം ചിന്തിക്കുന്നുണ്ട്. പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തേജസ്സിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ മരണാന്തരങ്ങളെ കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടം പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തിലേക്ക് വരാമെങ്കിൽ കുറച്ച് എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15-ാം അധ്യായം അതിന്റെ 17 വാക്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിതയ്ക്കുന്ന ഉണ്ടാകാനുള്ള ശരീരത്തിന്റെ ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയല്ല. മാംസമല്ല, മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. അപ്പോൾ തേജസ്സിനോട് ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, തേജസ് ഇല്ലാത്തൊരു കൂട്ടരുണ്ട്, പാവികളായിട്ടുള്ളവർ. അവർക്ക് തേജസ്സില്ല. എന്നാൽ ദൈവത്തോട് അടുത്ത് വരുന്നവർക്കാണ്, വീണ്ടും ജനിക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ ശിശുക്കളെ പോലെ ആയിത്തീരുന്നവരാണ് തേജസ്സിന്റെ പ്രൈമറി ഗ്രൂപ്പിൽ വരുന്നത്. അവരെ പറഞ്ഞിരിക്കുന്നത് ഭൗമ ശരീരങ്ങളുടെ തേജസ് പ്രാപിക്കുന്നവരാണ്. അപ്പോൾ ഭൗമ ശരീരങ്ങളുടെ തേജസ് പ്രാപിച്ചാൽ ആദത്തെ പോലെയുള്ള തേജസ്സാണ് ലഭിക്കുന്നത്. ആദത്തിന് ലഭിച്ച തേജസ് ഭൂമി വസിക്കാനുള്ള തേജസ്സായിരുന്നു. എന്നാൽ അതിനുശേഷമായി ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ച് പറയുന്നത് സ്വർഗീയ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. അപ്പം സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ പറയുകയാണ്, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദം ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്വർഗീയ തേജസ്സിനോട് ബന്ധത്തിൽ 4 തേജസ്സിന്റെ മണ്ഡലങ്ങളും ഭൗമിക ശരീരങ്ങളുടെ ബന്ധത്തിൽ 1 മണ്ഡലവുമുണ്ട്. അങ്ങനെ 5 തേജസ്സിന്റെ മണ്ഡലങ്ങളുണ്ട്, അഥവാ 5 സ്വാതന്ത്ര്യത്തിന്റെ ലെവലുകളുണ്ട്. 5 സ്വാതന്ത്ര്യത്തിന്റെ ലെവലുകൾ. ഇന്ത്യയിലുള്ള നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന പാസ്പോർട്ട് ഒരുപോലെയുള്ളതാണോ? അല്ല. നമുക്ക് ജനറൽ പാസ്പോർട്ട് കിട്ടും, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള പാസ്പോർട്ടുണ്ട്. അപ്പം അതിന് അവരുടെ ആ ഗ്രേഡ് അനുസരിച്ചാണ് കിട്ടുന്നത്. ഇപ്പം എനിക്ക് കിട്ടുന്ന പാസ്പോർട്ട് ഒരു ഓർഡിനറി പാസ്പോർട്ടേ കിട്ടുകയുള്ളൂ. ഒരു ഒഫീഷ്യലായിട്ടാണെങ്കിൽ അത് ഒഫീഷ്യൽ പാസ്പോർട്ട് ലഭിക്കും. ഗവൺമെന്റ് ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ ഒഫീഷ്യൽ. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഹൈ ലെവലുള്ള പാസ്പോർട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന ദൈവമായിട്ടുള്ള അടുത്ത ബന്ധത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൗമിക ശരീരങ്ങളുടെ തേജസ് പ്രാപിച്ച് നമ്മളെല്ലാം
ഭൗമശരീരങ്ങളുടെ തേജസ്സിന് യോഗ്യരായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ പാപം ചെയ്തു കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ട് നമ്മൾ ആരായി തീർന്നു? ദ്രവത്വത്തിന്റെ അടിമത്തത്തിലേക്കും തേജസ്സില്ലാത്ത ഇരുളിന്റെ അസാധനത്വത്തിലേക്ക് അടിമകളായിത്തീരുന്നു. അവിടുന്ന് നമ്മെ കർത്താവ് വിടുവിച്ച് നാം തേജസ്സിന്റെ മക്കളാക്കി തീർന്നു. അതിന്റെ പ്രാരംഭഘട്ടമാണ് വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ നമുക്ക് നിത്യജീവനോടുള്ള ബന്ധത്തിൽ നാം 30 മേനി ഉള്ളവരായിത്തീരുന്നു. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഭൗമിക തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ 2 കൂട്ടരെ കുറിച്ച് പഠിച്ചു. അത് അബ്രഹാം ഉൾപ്പെടെയുള്ളവരും ഈ ഭൗമിക തേജസ് പ്രാപിക്കുന്ന ശിശുക്കളെ പോലുള്ള നിത്യയോഗ്യരായിട്ടുള്ളവരുണ്ട്. അവർ രണ്ടുപേരും മീതെയുള്ള പാതാളത്തിലായിരുന്നു നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ അബ്രഹാമിനെ പോലുള്ളവർക്ക് ലഭിക്കുന്ന തേജസ് സൂര്യ തേജസ്സല്ല, ചന്ദ്ര തേജസ്സല്ല. അവർക്ക് ലഭിക്കുന്ന തേജസ് നക്ഷത്ര തേജസ്സാണ്. ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് വെളിപ്പാട് സംബന്ധമായ അധ്യായം പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ തേജസ്സിനുള്ള ബന്ധത്തിൽ സൂര്യനെ അണിഞ്ഞ് ചന്ദ്രൻ കാൽക്കീഴായി നക്ഷത്രങ്ങളുണ്ട് 12 നക്ഷത്രങ്ങളുള്ള ഒരു സ്ത്രീയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാനിത് ഈ ഒരു തേജസ്സിന്റെ മണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നത്. തേജസ്സിന് വ്യത്യാസം എന്താണെന്ന് പഠിക്കും. ഈ തേജസ്സിന്റെ മണ്ഡലങ്ങളെ കുറിച്ച് മനസ്സിലായല്ലോ, സ്ഥാപനത്തിൽ എന്താണെന്ന് മനസ്സിലായല്ലോ, വിടുതൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ശരീരത്തിന്റെ പൂർണ്ണമായ വിടുതൽ, ദേഹവും ദേഹിയും ആത്മാവും വീണ്ടെടുക്കപ്പെടും. തേജസ് നമ്മൾ ക്രിസ്തുവിന്റെ തേജസ്സിനോട് സദൃശരായി തീരാനുള്ള തേജസ് സൂര്യ തേജസ് പ്രാപിക്കും. ഇതിനെയാണ് തികവ് പ്രാപിക്കുക, പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കുക, സാക്ഷാൽ സ്വതന്ത്രരാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. പഴയ നിയമത്തിൽ സാക്ഷാൽ സ്വതന്ത്രരാകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർക്ക് 60 മേനി വരെയുള്ള ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പഴയ നിയമത്തിന്റെ സമാഗമന കൂടാരവും ദൈവത്തിന്റെ ആലയവും ഒക്കെ പണിയുമ്പോൾ പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ ഒരു കർട്ടൻ കൊണ്ട്, തിരശ്ശീല കൊണ്ട് അത് വിഭജിച്ചിരുന്നു. അവിടേക്ക് ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ മാത്രമാണ് കടന്നു പോയിരുന്നത്. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കാൻ പഴയ നിയമത്തിൽ പറ്റത്തില്ലായിരുന്നു. പ്രാകാരവും അഥവാ 30 മേനിയും ഭൗമ തേജസ്സും, രണ്ടാമത്തെ തേജസ് 60 മേനിയോടുള്ള ബന്ധത്തിലുള്ള സ്വർഗീയ തേജസ് നക്ഷത്ര തേജസ്സിനും യോഗ്യരായിട്ടുള്ളവരായിരുന്നു പഴയ നിയമത്തിലുണ്ടായിരുന്നു. എന്നാൽ സൂര്യ ചന്ദ്ര തേജസ് പ്രാപിക്കാനുള്ളവരെ അവിടെ വെളിപ്പെടുത്തിയിരുന്നില്ല. അത് പുതിയ നിയമത്തിലാണ് വെളിപ്പെട്ടത്. അപ്പോൾ ഈ 2 ഭാഗം മാത്രമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ എന്താ സംഭവിച്ചത്? യേശു ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയപ്പോൾ അവന്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചീന്തി അവൻ ഒരു പുതുവഴി തുറന്നു തന്നു. എങ്ങോട്ടാ പോകാൻ നമുക്ക് പുതുവഴി തന്നത്? തിരശ്ശീലക്കകത്തേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നു. അന്ന് അവർക്ക് തേജസ്സില്ലായിരുന്നു, കടന്നു പോകാൻ അവിടേക്ക് എത്താനുള്ള തേജസ്സില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ ചെളിയിലും വെണ്ണീറുമായിരുന്ന ചേറ്റിൽ കടന്ന മനുഷ്യവംശത്തിൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവം കഴുകി വിശുദ്ധീകരിച്ച് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നത് അതിവിശുദ്ധത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു പുതുവഴി ദൈവം തുറന്നു തന്നു. ആ വഴിയിലാണ് ഞാൻ നിങ്ങളെ ഈ കഥ പരിശുദ്ധമായ ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പുതുവഴി തുറന്നത് എങ്ങനെയാ? ക്രിസ്തു എന്ന ആ ശരീരം ചിന്തപ്പെട്ടതോടുകൂടി. അന്നാണ് ദൈവത്തിന്റെ ആലയത്തിൽ കടന്ന തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഇതിന്റെ അർത്ഥം ഇനി മുതൽ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിന്റെ രക്തം ചിന്തപ്പെട്ടതോടുകൂടി പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന 60 മേനി മാത്രം കൊണ്ട് നിൽക്കാതെ 30 മേനിയും 60 മേനിയും 100 മേനിയിലേക്കുമുള്ള തികവിലേക്ക് മനുഷ്യന് പുത്രത്വം പ്രാപിച്ച് സ്വർഗീയ തേജസ്സിനോട് അടുത്ത് ചെല്ലാം എന്നുള്ള സ്വാതന്ത്ര്യമാണ് ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തെയാണ് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. അത് നമുക്ക് ലഭിക്കാതെ പോകരുത്, പ്രാപിക്കണം. നാം അത് പ്രാപിക്കാൻ വേണ്ടി എനിക്കത് പ്രാപിക്കണം. എനിക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യം എത്തണം. എനിക്ക് ആ ക്രിസ്തു കാണിച്ചെന്ന പുതുവഴിയിലൂടെ അവൻ തൻ്റെ ശരീരമെന്ന തിരശ്ശീല ചീന്തിയത് വെറുതെ കിടക്കാൻ വേണ്ടിയല്ല. ആ പുതുവഴിയിലൂടെ അനേക ദൈവഭക്തന്മാർ പ്രവേശിച്ചു. പുതിയ നിയമത്തിൽ നമുക്ക് കാണാം സ്തെഫാനോസ്, പൗലോസ്, പത്രോസ്, ഇങ്ങനെയുള്ളവരൊക്കെ, യേശുവിൻ്റെ അമ്മ മറിയ, ഇങ്ങനെയുള്ളവരൊക്കെ അതിലേക്ക് പ്രവേശിച്ചവരാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്കും അതിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുകയാണ്. ഇതിനെയാണ് തേജസ്സാകുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തേജസ് പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം കൂടി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് 8-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പ് പുത്രത്വം പ്രാപിക്കുന്നതിനെ കുറിച്ച്, അഥവാ മണവാട്ടി സഭയുടെ
പുത്രത്വം പ്രാപിക്കുന്ന പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സകല സൃഷ്ടി എന്നവർ ഈറ്റുനോവോടെ ഞെരുങ്ങി കാത്തുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മുടെ തേജസ്സിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന, അഥവാ സാന്ദ്രത്തിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തുന്ന ദൈവമായിട്ട് അടുത്ത് ചെല്ലുന്ന അതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ മരണാന്തരങ്ങളോടുള്ള ബന്ധത്തിൽ പഴയ നിമിത്തമുണ്ടായിരുന്ന രണ്ട് നീതിമാന്മാരുടെ ഗണങ്ങളെ മനസ്സിലാക്കി. അവരെ മരണാന്തരം എവിടെ എത്തിയിരുന്നത്? മീതെയുള്ള പാതാളത്തിലായിരുന്നു. മീതെയുള്ള പാതാളത്തിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നിത്യയോഗ്യരായിട്ടുള്ള ശിശുക്കളെ പോലുള്ളവരും അതിനേക്കാൾ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഈ ശിശുക്കളെ പോലെ നിത്യയോഗ്യതയുള്ളവരുടെ പേരിൽ ജീവസ്ഥലുണ്ട്. അവർക്ക് ലഭിക്കുന്ന തേജസ് ഭൗമിക തേജസ്സാണ്. അവർക്ക് പ്രാകാരം അവർക്ക് കൈവശമാക്കാം. അപ്പോൾ പ്രാകാരം എന്നുള്ളത് പുതിയ ആകാശം പുതിയ ഭൂമിയാണ് പ്രാകാരം. ഇത്രയും ഭാഗം മനസ്സിലാക്കിയെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ പുതിയ ആകാശ പുതിയ ഭൂമി കൊണ്ട് മാത്രം തീരുന്നില്ല. അവിടേക്ക് ഒരു സ്വർഗീയ യെരൂശലേം, പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നുണ്ട്. അപ്പം പുതിയ യെരൂശലേം പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ഈ പുതുവാന ഭൂമിയാകുന്ന പ്രാകാരത്തിലേക്ക് എത്താനുള്ളവരാണ് 30 മേനിയുടെ തേജസ് പ്രാപിക്കുന്ന ഭൗമിക തേജസ് ഉടനെയുള്ളവർ. അവർ പഴയ നിയമം മുതലുണ്ടായിരുന്നു. അപ്പോൾ അവർ മീതെയുള്ള പാതാളത്തിലായിരുന്നു. അവർ പുനരുത്ഥാനന്തരം അഥവാ അവർ പ്രവേശിക്കപ്പെടുന്നത് പുതുവാന ഭൂമിയുടെ പ്രാകാരത്തിലേക്കാണ്. എന്നാൽ അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു പുതിയ യെരൂശലേമുണ്ട്. അപ്പോൾ പുതിയ യെരൂശലേമിന് അംഗങ്ങളാകാൻ ഉള്ളവരെയാണ് പുതിയ യെരൂശലേം എന്നുള്ള ബന്ധത്തിൽ പറയുന്നതിനെയാണ് മീതെയുള്ള യെരൂശലേം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാകാരത്തിലുള്ളവർ ഒരു കൂട്ടരാണ്. അപ്പോൾ പുതിയ യെരൂശലേമോട് സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന ആ പുതിയ യെരൂശലേമിനോട് ബന്ധപ്പെടാനുള്ളവരെ വെച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തിലാണ്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പഠിക്കുന്നത് മീതെയുള്ള യെരൂശലേം എന്ന് പറയുന്നു. അപ്പോൾ മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. 3 യെരൂശലേമുണ്ട്. ഒന്ന് ഇപ്പോഴത്തെ യെരൂശലേം. എല്ലാത്തിനെയും പറയുന്നത് അത് അടിമകളെ പ്രസവിക്കുന്നു, ഹാഗറിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ ഇപ്പോഴും അടിമത്തത്തിലല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ അർത്ഥം അവർക്ക് ഇതുവരെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ആ തേജസ്സിന്റെ ഇതിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും ന്യായപ്രമാണത്തിന്റെ രീതിയിൽ അടിമത്തത്തിലിരിക്കുന്നു, ഹാഗറിനോടുള്ള ബന്ധത്തിൽ ഇരിക്കുകയാണ്. എന്നാൽ പുതിയ നിയമ സഭയെക്കുറിച്ച് പറയുമ്പോൾ മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പോൾ മീതെയുള്ള യെരൂശലേമിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? അതാണ് പർദീസ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പർദീസ എന്ന് പറയുമ്പോൾ സ്വർഗം, പർദീസ സ്വർഗം. അതിൻ്റെ അകത്ത് 3 നിലവാരങ്ങളുണ്ട്. ഒന്നാമത്തെ സ്വർഗം, രണ്ടാമത്തെ സ്വർഗം, മൂന്നാമത്തെ സ്വർഗം. അപ്പം അത് എന്തിനോടാണ് കാണിക്കുന്നത്? അത് മീതെയുള്ള യെരൂശലേമിനോട് ബന്ധപ്പെടുന്നു. അപ്പോൾ ഗലാത്യലേഖനത്തിൽ പറയുന്ന മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. നമുക്ക് അമ്മയില്ലെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്കാണ് അമ്മയുള്ളത്, യഥാർത്ഥത്തിൽ അമ്മയുള്ളത് നമുക്കാണ്. അപ്പോൾ അത് യേശുവിൻ്റെ അമ്മ മറിയെക്കുറിച്ച് അവർ പറയുന്നെങ്കിൽ നമ്മൾ അമ്മ നിഷേധികളല്ല. യേശുവിനെ ഈ ഭൂമിയിൽ ജന്മം കൊടുത്ത യേശുവിൻ്റെ അമ്മ മറിയ ബഹുമാന്യതയാണ്. എന്നാൽ ആഗോള സഭയിൽ നിന്ന് അതുപോലെ തന്നെ സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ മീതെയുള്ള യേശുവിൻ്റെ ബന്ധത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രസവിക്കും. അതിൽ നിന്ന് ആദിജാതന്മാരുടെ സഭയും ബാക്കിയുള്ളവരും വെളിപ്പെടാനുണ്ട്. അതേക്കുറിച്ചാണ് ഇവിടെ ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2 കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരിക്കുന്നു. സ്വതന്ത്ര എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം, തേജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് സദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായി മലയിൽ നിന്ന് ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗർ എന്നത് അറബി ദേശത്തെ സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോടൊക്കുന്നു. ഇപ്പോഴത്തെ യെരൂശലേം അതിപ്പോഴുണ്ട് അടിമത്തിൽ. കാരണം അവർക്ക് ഇതുവരെയും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമോ യേശു മുഖാന്തരമുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കാത്തതുകൊണ്ട് അവരിപ്പോൾ ഹാഗറിനോട് തുല്യപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് ഇപ്പോഴത്തെ യെരൂശലേം എന്ന് പറഞ്ഞിരിക്കുന്നത്. യഹൂദനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അത് തൻ്റെ മക്കളോടുകൂടെ
അടിമയിലല്ലോ ഇരിക്കുക. അടിമയെന്ന് പറഞ്ഞാൽ ക്രിസ്തു മുഖാന്തരം അവർക്ക് എന്തില്ല? സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ക്രിസ്തു മുഖാന്തരമുള്ള തേജസ്സിന്റെ തികവിലേക്ക് എത്താൻ അവർ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് അവർ അടിമത്തത്തിൽ ഇരിക്കുന്നതുകൊണ്ട്, പൂർണ്ണ സ്വാതന്ത്ര്യം വരാത്തതുകൊണ്ട് മണവാട്ടി സഭയുടെ അംഗമായി തീരാൻ കഴിയത്തില്ല. പഴയ നിയമവിശുദ്ധന്മാർക്കും കഴിയത്തില്ല. എന്നാൽ പുതിയ നിയമത്തിലുള്ള ദൈവമക്കൾക്കാണ് പൂർണ്ണമായിട്ടും ഇതിനുള്ള അവകാശമുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ഇപ്പോൾ ജനിച്ചിരിക്കുന്ന നാം സുപ്രസാദ കാലത്ത് ജനിച്ചവരാ. ഇതുവരെയും എന്നും ഞാൻ പറയാറുണ്ട്, ഒരുപക്ഷേ ജനിച്ചു പോയല്ലോ, ഈ പരിതാപം നിറഞ്ഞ അല്ലെങ്കിൽ കഷ്ടം നിറഞ്ഞ എന്നും ദുഃഖം നിറഞ്ഞ ലോകത്തിൽ എന്തിനൊരു ജന്മമെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഇവിടെ കഷ്ടമുണ്ട്, രോഗമുണ്ട്, ശ്വസിക്കാൻ പ്രയാസം കാണും, വയറ്റുവേദന കാണും, തലവേദന കാണും, ബുദ്ധിമുട്ട് കാണും, കുഞ്ഞുങ്ങൾക്ക് അരി വാങ്ങിച്ചു കൊടുക്കാൻ പൈസ കാണത്തില്ലായിരിക്കാം, ഫീസ് കൊടുക്കാൻ പൈസ കാണത്തില്ലായിരിക്കാം, ഒരുപാട് കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ എല്ലാം ഉണ്ടെങ്കിലും ദൈവം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഒരു മനുഷ്യന് പ്രാപിക്കാവുന്നതിൽ ഏറ്റവും വിലയേറിയ തേജസ് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചതുകൊണ്ട് ഈ സത്വർത്തമാനം ഇത് ആർക്കും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ദിവസങ്ങൾ അത് പ്രാപിച്ചെടുക്കണം. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നത്, നമ്മുടെ പരിതാപങ്ങളെല്ലാം മാറ്റിവെക്കാം. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ തേജസ്സിന്റെ കനമോർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ തുണ നിൽക്കും, അതിലേക്ക് നമ്മെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ പറയുകയാണ്, മീതയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പോൾ നമ്മുടെ അമ്മ ഏതാണ്? മീതയുള്ള യെരൂശലേം. ഈ മീതയുള്ള യെരൂശലേമിനെയാണ് ആലങ്കാരിക ഭാഷയിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സ്ത്രീയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ മീതയുള്ള യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തി, അതിനെ തേജസ്സിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുമ്പോൾ സ്വർഗീയ ശരീരങ്ങളുടെ ബന്ധത്തിലുള്ള തേജസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്വർഗീയ ശരീരങ്ങളുടെ ബന്ധത്തിലുള്ള തേജസ് ഏതൊക്കെയാണ്? സൂര്യ തേജസ്, ചന്ദ്ര തേജസ്, നക്ഷത്ര തേജസ്. അപ്പോൾ സൂര്യ തേജസ് ഉള്ളവരുണ്ട്, നക്ഷത്ര തേജസ് ഉള്ളവരുണ്ട്, ചന്ദ്ര തേജസ് ഉള്ളവരുണ്ട്. ഇവരാരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്ന് രാത്രി മനസ്സിലാക്കി ഞാൻ ഈ മരണാന്തരകൾ എന്നുള്ളത് വേഗത്തിലൊന്നും നമുക്ക് നിർത്താം. ദൈവം വെച്ചാൽ ബാക്കിയുള്ളത് നാളെ ചിന്തിക്കാം. പുനരുത്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് രാത്രിയിൽ എനിക്കറിയാം, ഞാൻ ദീർഘമായി സംസാരിച്ചെങ്കിലും ചില സംശയങ്ങൾ നിവാരണം ചെയ്യപ്പെട്ടുകൊണ്ട് എനിക്ക് നന്നായിട്ട് ആത്മാവ് ഞാൻ ഗ്രഹിച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവത്തിൽ പലരും അനുഭവിക്കുന്നതായി ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എനിക്കത് സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട് അതേ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യവും തേജസ്സും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഇത് കേൾക്കുന്നവർ വ്യാപരിക്കുമെന്നുള്ള ഉറപ്പ് എളിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ആ സന്ദേശം മനസ്സിലായിക്കൊണ്ട് ഞാൻ സൂര്യ ചന്ദ്ര നക്ഷത്ര തേജസ്സുകളെക്കുറിച്ച് വേഗത്തിൽ കൊരിന്ത്യർക്ക് ലേഖനം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഹോമി തേജസ്സുണ്ട്, അതുപോലെ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സുകളുടെ ബന്ധത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. അപ്പോൾ ഈ സൂര്യ ചന്ദ്ര നക്ഷത്ര ഭേദം ഉള്ള 4 ഗണത്തിൽപ്പെടുന്ന കൂട്ടര് ഈ മീതയുള്ള യെരൂശലേമിലുണ്ട്. അപ്പോൾ മീതയുള്ള യെരൂശലേമിലുള്ള ബന്ധത്തിൽ നക്ഷത്രത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നവരുണ്ട്, നക്ഷത്രത്തിൽ വ്യത്യസ്തയുള്ള ശോഭയുള്ളവരുണ്ട്. അതുപോലെ തന്നെ അവരെ കുറിച്ച് പഠിക്കുമ്പോൾ സൂര്യ തേജസ്സുള്ളവരുണ്ട്, ചന്ദ്ര തേജസ്സുള്ളവരുണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു, പർദീസയോട് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഭാഗം പൗലോസ് 2 കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ ശരീരം കൂടാതെയോ ശരീരത്തോടെയോ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവനെക്കുറിച്ച് പ്രശംസിക്കും എന്ന് പറഞ്ഞ് അതേക്കുറിച്ച് രേഖപ്പെടുത്തി 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ദർശനങ്ങളാൽ ക്രിസ്തുയേശുവിന്റെ മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ
പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിച്ച് പോകാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ചോ ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതയിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. 14 സംവത്സരം മുമ്പ് അവനെ കല്ലെറിഞ്ഞ് കൊന്ന് മരിച്ചവനെ പോലെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവിനെ ദൈവം കൊണ്ടുപോയി. ദൈവസഭയുടെ തികവ് പ്രാപിക്കുന്ന ഒരു വിശുദ്ധൻ മരണാനന്തരം എത്തിച്ചേരുന്നത് പർദീസയുടെ 3-ാം സ്വർഗത്തിലേക്കാകുന്നു എന്നുള്ള ചിന്ത ഇതിൽ നിന്നാണ് നാം എടുക്കുന്നത്. തികവ് പ്രാപിച്ച വ്യക്തിയായിരുന്നു ഈ പറയുന്ന പൗലോസ്. അവൻ മരിച്ചവനെ പോലെയായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവ് അല്പസമയത്തേക്ക് മീതെയുള്ള അവൻ്റെ ആത്മാവ് പോയത് സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിലേക്ക് പോയാൽ സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നാ പറയുക. സ്വർഗത്തോളം അഥവാ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പോൾ 3-ാം സ്വർഗത്തിൽ, അപ്പോൾ സ്വർഗീയ പർദീസയിൽ 3 സ്വർഗങ്ങളുണ്ട്. ഇതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 1-ാം സ്വർഗമുണ്ട്, 2-ാം സ്വർഗമുണ്ട്, 3-ാം സ്വർഗമുണ്ട്. തെളിവ് എന്തെന്ന് ചോദിച്ചാൽ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് നാം അതിൻ്റെ തെളിവ് നിരത്തുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലെ അടിസ്ഥാനപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്, ഇവിടെ പറയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഈ സ്വർഗം എന്നുള്ളത് പർദീസയാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പിന്നീട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പർദീസ എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഒരു മനുഷ്യനെ മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 3-ാം സ്വർഗത്തോളം. അപ്പോൾ പർദീസയാകുന്ന സ്വർഗത്തിൽ 3 സ്വർഗങ്ങളുണ്ട്. അപ്പോൾ 3-ാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് തികവ് പ്രാപിക്കുന്ന പുതിയ നിയമത്തിന്റെ 100 മേനിയിലെത്തുന്ന വിശുദ്ധന്മാർ, പൗലോസിനെ പോലുള്ളവരാണ്. അപ്പൊ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ദൈവകൃപയാൽ നമ്മൾ ആ തികവിലേക്ക് വഹിക്കുന്നെങ്കിൽ നമ്മുടെ ആത്മാവിനെ ദൂതന്മാർ കൊണ്ടുപോകുന്നത് 3-ാമത്തെ സ്വർഗത്തിലേക്കാണ്, പർദീസിലെ 3-ാം സ്വർഗത്തിലേക്കാണ്. അവർക്ക് ലഭിക്കുന്ന തേജസ്സാണ് സൂര്യ തേജസ്. നിർമ്മല സൂര്യനായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടി സൂര്യ തേജസ് പ്രാപിക്കുന്ന മണവാട്ടി അഥവാ ആദിജാതന്മാരുടെ സഭയാണ് പർദീസിലെ 3-ാം സ്വർഗത്തിൽ വിശ്രമിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ മരിച്ചാൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പഴയ നിയമത്തിൽ 2 നിലകൾ നമ്മൾ കണ്ടു. അത് മീതെയുള്ള പാതാളത്തിലായിരുന്നു നിത്യജീവനുള്ളവരും അതുപോലെ തന്നെ ശ്രേഷ്ഠന്മാരയക്കുന്നവരും ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത് 3-ാം സ്വർഗത്തോട് എടുക്കപ്പെടുന്നത്, സ്വർഗത്തിൽ 3-ാം സ്വർഗം എടുക്കപ്പെടുന്നത് ദൈവസഭയുടെ അതിശ്രേഷ്ഠമേറിയ നിലവാരത്തെത്തുന്നവരാണ്. അവർക്ക് ലഭിക്കുന്ന തേജസ് സൂര്യതേജസ്സാകുന്നു. 2-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് ചന്ദ്രതേജസ്സാണ്. അത് മണവാട്ടിയുടെ തോഴിമാരുടെ നിലവാരത്തുള്ളവരെ കാണിക്കുന്നു. മണവാളിനും മണവാട്ടിയുണ്ട്. മണവാളായിരിക്കുന്ന ക്രിസ്തു, മണവാട്ടിയാകുന്ന നിർമ്മല സഭ. മണവാളിന് തോഴ്മക്കാരുണ്ട്, മണവാട്ടിക്ക് തോഴിമാരുമുണ്ട്. മണവാളിന്റെ തോഴ്മക്കാരുടെ തേജസ് നക്ഷത്ര തേജസ്സായിരിക്കും. മണവാട്ടിയുടെ തോഴിമാരുടെ തേജസ് ചന്ദ്ര തേജസ്സായിരിക്കും. ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കുക. അപ്പോൾ നാം തേജസ്സിന്മേൽ തേജസ്സായി ആദ്യം നമുക്ക് ലഭിക്കുന്ന തേജസ് ഏതാണ്? നാം ജനിച്ചു വീണ നിലവാരത്തിൽ മരിച്ചിരുന്നെങ്കിൽ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ നാം ദൂതതുല്യരായി ഭൗമ്യ തേജസ് പ്രാപിച്ച് പൊതുവാന ഭൂമിയാണെന്ന് പ്രാകാരത്തിലേക്ക് എത്തുമായിരുന്നു. കൃപയാൽ നമുക്കതിൽ നിന്ന് വീണ്ടും നമ്മുടെ പേര് ജീവിതത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടു. നാം അതിൽ നിന്ന് വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഏത് തേജസ്സിന് ഉടമയാ? സൂര്യതേജസ്സിന് ഉടമയാണോ? അതോ ചന്ദ്രതേജസ്സിന് ഉടമയാണോ? അതോ ഭൗമ്യ തേജസ്സിനുള്ള അത് മാത്രമേ ഉള്ളൂ? രാത്രിയിൽ ഒരു വിശകലനത്തിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഭാവി എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അത്രമാത്രമുണ്ട്. ആ തികഞ്ഞ സ്വാതന്ത്ര്യം ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ സദൃശപ്പെടുവാൻ വേണ്ടി ദിവസങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ 1-ാമത്തെ വിശുദ്ധന്മാരുടെ നിലകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ പഴയ നിയമത്തിൽ നക്ഷത്ര തേജസ്സുള്ളവർ ആത്മമണവാളൻ്റെ വിഭാഗത്തിലെ തോഴ്മക്കാരുടെ പദവി ഉള്ളവരായിരിക്കും. അത് 2 കൂട്ടരുണ്ട്. അതേക്കുറിച്ച് നമ്മൾ നാളെ ചിന്തിക്കുന്നതായിരിക്കും. അവരെ മരണാന്തരം എവിടെയാണെന്ന് ചിന്തിക്കും. തോഴിമാരുടെ ഗണത്തിൽ 2 കൂട്ടരുണ്ട്. അവർ ഒരേ തേജസ്സായിരിക്കും, 2 ഗണത്തിൽപ്പെടുന്നവരാണ് അവിടെ കാണുന്നത്. മണവാട്ടിയായിരിക്കുന്ന നിർമ്മലകന്യയാകുന്ന അവൻ്റെ മണവാട്ടിക്ക് സൂര്യതേജസ്സാണ് ലഭിക്കുന്നത്. അവരുടെ മരണാനന്തര അത് സ്വർഗത്തിലെ പർദീസിലെ 3-ാം സ്വർഗമാകുന്നു. 2-ാമത്തെ സ്വർഗത്തിൽ ചന്ദ്രതേജസ്സുള്ള
മണവാട്ടിയുടെ തോഴിമാരും നക്ഷത്രദേശ ഒന്നാം സ്വർഗത്തിൽ പഴയ വിശുദ്ധന്മാർ അവര് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടനുബന്ധമായി ബദ്ധന്മാരായിരുന്നവരെ മീതെയുള്ള പാതാളത്തിൽ തിരിച്ചുകൊണ്ട് പോയപ്പോൾ നിത്യജീവന് യോഗ്യതയുള്ളവരെ സമുദ്രത്തിലും അതിന് ശേഷന്മാരായിരിക്കുന്നവരെ ദൈവം ഒന്നാമത്തെ സ്വർഗത്തിലുമാക്കി. അതാണ് പറഞ്ഞിരിക്കുന്നത്, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുന്നു പറഞ്ഞപ്പോൾ അവൻ മണവാട്ടി സഭയുടെ മൂന്നാമത്തെ സ്വർഗത്തിലേക്കല്ല എടുക്കപ്പെടും. അന്ന് സഭ സ്ഥാപിതമായിട്ടില്ല. അവൻ തോഴിമാരുടെ ഗണത്തിൽപ്പെടും ചന്ദ്ര തേജസ്സുള്ള ഗണത്തിലല്ല എടുക്കപ്പെട്ടത്. അബ്രഹാമിനോട് സദൃശമാകുന്ന തേജസ്സിന് അവൻ ഉടമയായിരുന്നു. അപ്പോൾ മൂന്നാം പറുദീസയുടെ വാതിൽ തുറന്ന് അവിടേക്ക് പ്രവേശിക്കപ്പെട്ടത് അബ്രഹാം ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠന്മാരായിരിക്കുന്നവർ ഒന്നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അവർക്ക് ലഭിക്കുന്ന തേജസ് നക്ഷത്ര തേജസ്സാണ്. സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ 60 മേനി വിളയുന്ന സഭയുടെ വിശുദ്ധന്മാർ അവരെ പ്രവേശിക്കപ്പെടുന്നത് രണ്ടാം സ്വർഗത്തിലേക്കാകുന്നു. മൂന്നാം സ്വർഗമാകുന്ന അതിശ്രേഷ്ഠമേറിയ നിലവാരത്തിലേക്ക് എത്തുവാൻ ഭാഗ്യം ലഭിക്കുന്നവര് എത്രയോ ധന്യരാണ്, അവർ സമ്പന്നരാണ്, തേജസ്സിന്റെ അതിശ്രേഷ്ഠമേറിയ ഖനം പ്രാപിക്കുന്നവരാണ്. രാത്രി തലകളെ കുനിച്ച് പറയാൻ, കർത്താവേ, ഞങ്ങൾക്കിതൊന്നും യോഗ്യതയുള്ളവരല്ല, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായിരുന്നു, ഒന്നുമില്ലാത്തവരായിരുന്നു, പാപം മുഖാന്തരമായി തേജസ്സില്ലാത്തവരായിരുന്നു, ദ്രവത്വത്തിന്റെ അടിമകളായിരുന്നു. നീ ഞങ്ങളെ വീണ്ടെടുത്തു. ഞങ്ങളുടെ ശരീരത്തിന് വീണ്ടെടുപ്പാകുന്ന പൂർണ്ണതയ്ക്ക് വേണ്ടി നീ വരുമ്പോൾ ഞങ്ങൾക്ക് ആ മഹത്വമേറിയ സൂര്യ തേജസ് തന്ന് ഞങ്ങളെ ഞങ്ങളുടെ മണവാട്ടിയാക്കി ചേർക്കുവാൻ അങ്ങ് വേഗം വരുവാൻ സമയമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവസഭയുടെ തികവാകുന്ന മണവാട്ടി സഭ മരണാനന്തരം എവിടെയെന്ന് ചോദിച്ചാൽ സ്വർഗീയ പർദീസിലെ മൂന്നാം സ്വർഗത്തിലാണെന്ന് പറയുവാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ മരണനിലകളെക്കുറിച്ചുള്ള ഏകദേശം ഒരു ചിന്തയാണ് തന്നത്. അതോടൊപ്പം തന്നെ ചില തേജസ്സിന്റെ കാര്യങ്ങളെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും സാന്ത്വതയെക്കുറിച്ചും ദൈവാത്മാവ് വെളിപ്പെടുത്തിയല്ലോ. സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഞാനത് രാത്രി സന്ദേശത്തിന് വിരാമം വിടുകയാണ്. ദൈവം നാളെ നമുക്ക് മരണാന്തരങ്ങളെക്കുറിച്ചും മുൻനിർത്തലുകളെക്കുറിച്ചും പഠിക്കാം. അതിനുശേഷമായി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ചന്ദ്രൻകാൽ കീഴായി നക്ഷത്രങ്ങൾ കൊണ്ട് തലയിൽ കിരീടം വെച്ചിരിക്കുന്ന സ്ത്രീ ആരാണെന്നും അവൾ പ്രസവിച്ചെടുക്കുന്ന ആൺകുട്ടി ആരാണെന്നും അതെന്തിനെ കാണിക്കുന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കും. ദൈവമായ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ വിരാമമിടുന്നു.